അങ്ങനെയാണ് ഇവരുടെ വലിയ ഒരു ഖുർആൻ പ്രഭാഷകനുണ്ടായിരുന്നു, റഹ്മത്തുള്ള കാസിമി എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ ഇപ്പൊ 2 ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചത് അയാളെ പുറത്താക്കിയെന്ന. സാധാരണ ഒരു എന്തിനപ്പോ അയാളെ പുറത്താക്കിയതറിയോ? അയാളെ പുറത്താക്കിയത് നിങ്ങൾ ആലിമീങ്ങളെ ഈവത്ത് പറയരുത് എന്ന് പറഞ്ഞു, സരസിന് തോന്നിയാസം പറഞ്ഞ് പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയാത്തവരെ അവിടേക്ക് സ്ഥാനമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, ഇന്ന് വിഘടിത സമസ്തയിലെ പ്രഭാഷകരിൽ ഏറ്റവും കൂടുതൽ വേദിയുള്ളവരാരാ? മാന്യമായിട്ട് പ്രസംഗിക്കുന്ന ആൾക്ക് ഒരു സ്ഥാനമല്ല. അത് ചിലത് തിരിച്ചറിഞ്ഞു അല്ലേ? നമ്മളിവിടുത്തെ മൊയ്ലേര് തിരിച്ചറിഞ്ഞ മാതിരി ഏറ്റവും ഡോസ് ഉള്ള തെറി ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഇങ്ങനെ ഇന്നോവയിൽ പോകാം, എന്നും ഇങ്ങനെ വണ്ടിയിൽ പറന്നു പോകാം. അത് അയാൾക്ക് നല്ല അറിയും. അതിന് പറ്റിയ ഒരാളെയും കൂടി കിട്ടിയപ്പോ അയാൾക്ക് ഇവിടെ എന്ത് ചെയ്തിക്കാണ്, ഇവിടെ ഇരിക്ക ഞമ്മക്ക് രണ്ടാക്കും ബിസിനസ് ഇങ്ങനെ പൊടിക്കവിടെ. ഇവിടെ ഒന്നും അന്തല്ലാത്തവരാ. നമ്മളെ സമത്തിൽ ആർക്കും അത്ര വലിയ കഥല്ല. നമ്മൾ കണ്ണും ചെമ്പി എന്തെങ്കിലും പറഞ്ഞാൽ മതി, അതിലേക്ക് വലിയ ഇഷ്ടം ഈ തെറി കേൾക്കാന്നുള്ളത്. ഞമ്മക്ക് വേണമെങ്കിൽ ആത്തം തോപ ഇത് മരിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ട് തൊള്ള പൊറിച്ച് തോന്നിയാസം പറയുമ്പോഴൊക്കെ ആലോചിക്കേണ്ട കാര്യം അതൊക്കെ ഇരിക്കട്ടെ. ഏതായിരുന്നാലും അദ്ദേഹം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതെന്തറിയോ? എന്തിയാ പറഞ്ഞറിയോ? ഓല സദസ്സിലിരിക്കുന്നത് ലയനത്തിറങ്ങും. കുറച്ചു മുമ്പല്ലേ അദ്ദേഹം ഇവിടെ ഈ നാട്ടുകളിലെടുത്ത് SKSF കൊടുക്കുന്നത്? അയാളെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അയാളെ കുറിച്ചാ പറഞ്ഞത്. അയാൾക്ക് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ടിന് കിട്ടട്ടെ, ബാക്കി ചിലത് പറയാണ്ടിരുന്നപ്പോ അയാൾ പറയുന്നത്. അതെന്താ പറയാൻ നമുക്കറിയില്ല. ഞങ്ങൾ ഏതായിരുന്നാലും ഇപ്പൊ നിങ്ങളെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടാൻ അയാളെ പൊക്കിപ്പിടിച്ച് താങ്ങി കൊണ്ടുവന്ന് അയാളെ എല്ലാ സ്ഥലത്തു കൂടി കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സംഘടനക്ക് ഒരു നയോ ആദർശവും നിലപാടൊക്കെ ഉണ്ട്. ഒരു കേസറ്റ് വെച്ചെടുക്കാനല്ല ഇപ്പൊ നിങ്ങൾ ഈ തക്ബീറിൽ കൊണ്ടുനടക്കണോടി. നിങ്ങളെ സമത്തിന്റെ ഒരു വിലയില്ലേ ആദ്യം ചോക്കാണ്. എന്താ പക അയാൾ പോയ മനുഷ്യരെന്ന് വിചാരിച്ചിട്ടുണ്ടാവുന്നറിയോ? ഇത്രയും കഥല്ലാത്തവരെന്നെ ഇവിടെല്ലേ. കാരണം അയാൾക്കൊക്കെ ഒരു തക്ബീർ കിട്ടല്ലേ. നോക്കണങ്ങള് പണ്ട് സരസക്കൂടി 50, 50, 40 നിന്ന മനുഷ്യര് സ്റ്റേജ് വരുമ്പോ മുന്നത്തെ സീറ്റിൽ പാവാമ അവിടുത്തെ ഏറ്റവും പ്രായമുള്ള ഓരോ പള്ളിയിലെ മൂല്യരാണ്ടാവും. അയാളൊക്കെ പിന്നില്. ഇപ്പൊ മൂപ്പർക്കും തോന്നി എന്താ ഇയാളപ്പം കൂടിയപ്പം തിരിഞ്ഞറിയോ, കന്തൂറിട്ടിട്ടുണ്ടെങ്കിൽ ലേശം പരിപാടി കൂടുതൽ കിട്ടുമോ. അങ്ങനെ ഇപ്പൊ കന്തൂറിട്ട് നടക്കണ്ടെന്നാ. ഒരു കറുത്ത തൊപ്പിയും കൂടി വാങ്ങിക്കാൻ ഞാൻ മമ്പുറത്തുനിന്ന്, എന്നാ നല്ല ഉസാറാവും. എങ്ങനെയുണ്ട്? എന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയാ. മണ്ണാർക്കാട് വന്നിട്ട് പറഞ്ഞിത്തറ ഞാൻ അപ്പുറത്തുണ്ടാവുമ്പോൾ ചേളാരി സമസ്ത എന്ന് പറഞ്ഞിട്ടില്ല. അയാളിറക്കിയ കേസറ്റിന്റെ പേരെന്തറിയോ? ചേളാരി സമസ്തയുടെ 110 കോടി ചാനലിനാ. എന്തിനാ ഈ നോണ പറയാൻ നടക്കുന്നത്? എന്തിനാണ് ഈ കളവ് പറയാൻ നടക്കുന്നത്? ഇരിക്കട്ടെ. ഏതായിരുന്നാലും നമ്മളെ ആ റഹ്മത്തുള്ള കാസിമിയുടെ ആ പ്രസംഗം കേട്ടുള്ള സദസ്സിലിരിക്കുന്ന പോലും ലയനത്തിറങ്ങാൻ കാരണം കേട്ടോളി. പറയുന്നവൻ ഒരു പറഞ്ഞാൽ സ്വീകരിക്കരുത്. അതന്നെ. അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അംഗീകരിക്കരുത്. മനസ്സിലായില്ല? വേറെ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിഷയം ഒരാൾ പറഞ്ഞത് നേരാണെങ്കിലും അവനെ സ്വീകരിക്കരുത്. കേട്ടോ കേട്ടോ ഒരു ദൈവത്ത് പറഞ്ഞത് ഉദർ സ്വീകരിക്കരുത്. അവൻ പറഞ്ഞത് സത്യമാണെങ്കിലും അവനെ സഹായിക്കരുത്. അതായത് അവന്റെ സാഹസിൽ ഇരുന്ന് കൊടുക്കരുത്. വെറുതെ അയാളെ പുറത്താക്കി. ഹദീസിന്റെ ഹബീബ് പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ ആ ചികിത്സക്കും ദുആക്കൊക്കെ എന്ത് വലിയ ഫലറിയോ. മറ്റൊരു മുസ്ലിം സംഘടനയോ മുസ്ലിമിനോ പരിധി വിട്ട് കുർമത്ത് പറിച്ചു ചെയ്യുന്ന വ്യക്തിപരമായ ഹത്യകളും ഫോൺ ചോദ്യങ്ങളും തോന്നിയാസങ്ങളും ഇങ്ങനെ പറയാ. എന്നിട്ട് അവസാനം ദ്വാസമേണോ അതിലെന്ത് വേനല്ലോ ഒരു മൈനിലും അത് നാടകല്ലേ മനുഷ്യന്മാർ. ഇത് അള്ളാഹു സ്വീകരിക്കൂലെന്ന് മുത്ത് മുഹമ്മദ്. നിങ്ങളൊന്നും വിചാരിക്കാനല്ല, ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാനത് പറയാൻ തീരുമാനിച്ചു. നല്ല രസമാണ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഉണ്ടാവും ചിലപ്പോ അയാളിപ്പോ ഈ നാട്ടിലോടുന്ന SK എന്തപ്പോ ഇയാൾ ഈ പറയും, ഇയാളെന്നല്ലേ അപ്പൊ അതും ഇതൊക്കെ പറഞ്ഞിരുന്നത്. അതിനിപ്പോ എന്ത് ചെയ്യാനാ? അയാള് മാപ്പ് വെച്ചിട്ടുണ്ട്. മാപ്പ് ചോദിച്ച വർത്താനം ഇങ്ങനെ കേരളത്തിൽ വാർത്തയായിട്ട് പറഞ്ഞത് അതൊക്കെ വെറുതെ എപ്പിക്കാർ പറയണം. അയാൾ കോഴിക്കോട് പറഞ്ഞു ഞാൻ ചോദിച്ചതന്നെയാണ് പറഞ്ഞത്. ചോദിച്ച AP ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ കുറെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നെട്ടാണ്. അപ്പൊ AP ഉസ്താദ് എന്ത് പറഞ്ഞറിയോ? നിങ്ങൾ പറഞ്ഞതും പൊരുത്തപ്പെട്ടിക്കണെങ്കിൽ പറയാൻ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതും പൊരുത്തപ്പെട്ടിക്കണം. അതാണ് ഞങ്ങളെ നേതാവിന്റെ കൽബ് പറഞ്ഞാല്. കണ്ടെങ്കില്
എങ്ങനെ പിന്നെ ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാതിരിക്കുക? അയാൾക്ക് എന്തൊക്കെ ഒരു നല്ല വശം അയാൾക്ക് കിട്ടി. നോക്കൂ നിങ്ങൾ, എന്നിട്ട് ആ സദസ്സിലും അയാൾ പരസ്യമായിട്ട് മാപ്പ് ചോദിക്കണം കൂടി നിങ്ങൾ കേട്ടോളി. എസ് കെക്കാർക്ക് തെറ്റിദ്ധാരണ വേണ്ട, എന്താ അയാൾ ഇങ്ങനെ പറയുന്നത്? അയാൾ മാപ്പ് ചോദിച്ച് തൗബ ചെയ്ത് മടങ്ങി. പോലെ ഈ ദിവസത്തെ പോലെ ഈ നാട്ടിനെ പോലെ ഏതാണ് നാട്? മക്ക. മനസ്സിലായോ പറഞ്ഞത്? ഏതാണ് മാസം? ദുൽഹജ്ജ്. ഏതാണ് ദിവസം? അറഫ. ഈ നാട്ടിനെ പോലെ, ഈ മാസത്തെ പോലെ, ഈ ദിവസത്തെ പോലെ നിങ്ങളുടെ അഭിമാനവും രക്തവും ധനവും നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ്. ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തെ പറിച്ചു ചീന്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് പല്ലു ഇനി അറിയിച്ചോത്തോളൂ. അപ്പോൾ റസൂലുള്ളാഹിയുടെ ദഅവത്തിന്റെ പുറത്തുള്ള നായാട്ടാണ് ഈ നടക്കുന്നത്. പറഞ്ഞു ഹബീബ് ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ആൾക്കാർ മേപ്പോട്ട് വെക്കണം. അപ്പോൾ അയാൾ പറയുന്നറിയോ? ഒന്നും കേട്ടോട്ടെ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഇന്ത്യ രാജ്യത്ത് മനുഷ്യന്മാർക്കുള്ള സ്വാതന്ത്ര്യം ഇവിടെ കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം 47 വാങ്ങിയത് ഇതുപോലെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഇവിടെ ഭൂമിയാണ്. പിന്നെ ഭൂമിയിൽ നിന്ന് ആർക്കും ഒരാൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നാലെ ഉസ്താദേ, കല്ലാങ്കുയൊക്കെ ഞങ്ങൾ അടുത്ത സ്ഥല, അതും പറയണ്ട, ഇവര് ചെയ്താളും. പറയട്ടെ മുതലാണ് യൂരിസുഹാമി. അങ്ങനെ ഇവിടെ പറയാൻ പറ്റില്ല എന്നൊന്നും നിങ്ങൾക്ക് ഒരാൾക്ക് പറയാൻ നടക്കൂല. എന്തുകൊണ്ട്? ഭൂമി നിങ്ങളൊരാളുടേതും അല്ല, നിന്റേതും അല്ല. നിങ്ങൾ അള്ളലില്ല. ഭൂമിയുടെ ഉടമക്കാരൻ ഭൂമിയുടെ ഉടമക്കാരൻ ഞാനല്ല, നിങ്ങളുമല്ല, അള്ളാണ്. അള്ളാന്റെ നിയമമാണ്. അല്ലെങ്കിൽ ഒരാൾ പറയട്ടെ ദഅവത്തിന് ഇജാസത്ത് കൊടുത്ത റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാൾ ദഅവത്ത് ചെയ്യുമ്പോൾ മറ്റൊരാൾ അഭിമാനം പറിച്ചു ചെയ്യാൻ പാടില്ല. എന്റെ ജീവിതത്തിൽ അത്തരം ചില വേദികളിൽ, സംഘടനാ വേദികളിൽ കൂടി എന്റെ കയ്യിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഞാനതിന് എല്ലാവരോടും മാപ്പ് പറയുന്നു. പരസ്യമായി ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് മാപ്പ് തരണമെന്ന് പറഞ്ഞത് തന്നെയാണ് ഞാൻ. എന്തുകൊണ്ട്? ഇവിടെ ചെറുതായ ഒരു പ്രശ്നമല്ല, അവിടെ ചെറുതായ പ്രശ്നം. ഇവിടെ ചെറുതായ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവിടെ ചെറുതായാലെന്താ? ഇവിടെ ചെറുതായാലെന്ത്? ഇവിടെ അകത്തായാലെന്ത്? ഇവിടെ പുറത്തായാലെന്ത്? സാഗർക്ക് ചോറ് ചെന്നപ്പോൾ ആ വോട്ട് ഇൻഷാ അല്ലാഹ് ആരൊക്കെ AP ഉസ്താദിനെതിരെ എന്തൊക്കെ മോശപ്പെട്ട സംസാരങ്ങൾ നടത്തിയവരുണ്ടോ അവർ ഇന്നല്ലെങ്കിൽ നാളെ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് മാപ്പ് ചോദിച്ചിരിക്കും. ഒരു സംശയം വേണ്ട. ആഖിറം രക്ഷപ്പെടുന്ന വിചാരിക്കുന്നവര്, അല്ലാത്തവർക്ക് കായ് ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ പറക്കാൻ വിചാരിച്ചവരുണ്ടല്ലേ, ഒരു കറുത്ത തലീക്കെട്ടും കിട്ടി പാറിക്കോട്ടെ, നല്ല സുഖം ഉണ്ടാവും. എല്ലാം ചൊക്കിളി കിട്ടുവേ. നല്ല 4 തെറി ഇങ്ങനെ പറഞ്ഞാല് പോണ സമയത്ത് കവറിന് കട്ടി കൂടണമെങ്കിൽ തെറിന്റെ സ്ട്രോങ്ങിനനുസരിച്ചാ. ആ സാധുവിന്റെ ഒപ്പം കുറച്ച് വേറെയും കുറെ ആൾക്കാർ പോയിരുന്നില്ലോ. എത്തായിച്ചളന്ന് എവിടെയും കാണാത്ത. സ്ട്രോങ് വേണം. നല്ല തെറി, ഏറ്റവും നല്ല തെറികൾ ഇങ്ങനെ വേണം. കവറിനെ കുറിച്ച് ഓർക്കേ ചെയ്യരുത് സ്റ്റേജുമ്മ കയറിയാല്. പരലോകം പിന്നെ അത് പറ്റ മറക്കണം, അല്ലെങ്കിൽ പിന്നെ തൊള്ളിന്ന് അങ്ങോട്ടും വരാൻ കഴിയില്ല. എന്നാ നല്ല പൈസ കിട്ടും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ സമയം ഒരുപാടായി പോയി. ഞാൻ ചില വിഷയങ്ങൾ ബോധപൂർവ്വം ചില ഭാഗങ്ങൾ ഒഴിവാക്കാം. ഇനി ഇവിടെയുള്ളൊരു വിഷയം നിങ്ങൾ ആലോചിച്ചു. പിന്നെ ഇവിടെ ഇപ്പോ കാര്യമായിട്ട് നടക്കുന്ന ഒരു ചർച്ച തിരികേശ വിഷയം അല്ലേ? കാര്യമായിട്ട് നടക്കുന്ന ഒരു വിഷയമാണ്. ഇതിലിപ്പോ എന്താ നമ്മളാരും മിണ്ടാത്തു? ഭയങ്കരം തന്നെ. ഇവിടെ നാവടങ്ങിയിരിക്കണം. ആര്? നമ്മളെ ഈ മൊയ്ലേര്, ആ കറുത്ത തലയിൽ കെട്ടിട്ടുള്ള മൊയ്ലേരില്ലേ, ഈ മൊയ്ലേര് ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ പ്രസംഗിച്ച് നടന്നിട്ട് നമ്മളങ്ങനെ വിറച്ചിക്കാണ്. ഏത്ത് വിറക്കണേ, ഇയാൾ എന്തൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് ഇപ്പൊ ഈ വിഷയത്തില് ഇവർക്ക് പറയാനുള്ളത്? എന്താണ് അതിൽ ഇസ്ലാമിക കാഴ്ചപ്പാട്? കടുത്ത AP ഉസ്താദിനോടുള്ള ഹസദ് മാത്രമാണ് ഇവർക്കുള്ളത്. 14 ഇട്ട് കൊടുക്കട്ടോ. AP ഉസ്താദിനോടുള്ള കടുത്ത വിരോധം അതാണെന്ന് ഞാൻ തെളിയിച്ചുതരാം. വെറുതെ പറയല്ല. ഈ വിഷയത്തില് എന്റെ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ഈ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ, അതേപോലെ ഞങ്ങളെ ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഇവര് പറയുന്നതൊക്കെ ഹക്കാണെന്ന് വിചാരിച്ചിട്ട് പല തെറ്റിദ്ധാരണയിലും കുടുങ്ങിയവരുണ്ടെങ്കിൽ അവരാൾക്കാരോടാണ് ഞങ്ങൾ പറയുന്നത്. ഇക്കാര്യത്തില് ഇവർക്കുള്ളത് കടുത്ത AP ഉസ്താദിനോടുള്ള ഹസദ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് അത് AP ഉസ്താദിന് 2 ഘട്ടങ്ങളിലായിട്ട് കിട്ടി. അത് 1ാം ഘട്ടം കിട്ടിയപ്പോ തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഹസദായിട്ട് വന്നിട്ടുണ്ട്. അന്ന് ഇവരെന്ത് പറഞ്ഞറിയോ? അവിടൊന്നും ഷെയറില്ല,
ഉള്ള സ്ഥലം എവിടെയാണ്? അങ്ങട്ട് എണ്ണൽ തുടങ്ങി. തമിഴ്നാട്ടിലുണ്ട്, കാശ്മീരിലുണ്ട്, കൂട്ടത്തിൽ എവിടെയും എണ്ണി ഖസറജി കുടുംബത്തിലുമുണ്ട് എന്ന് ഇവര് പറഞ്ഞതാ. അത് അവിടെ ഉണ്ട് എന്നുള്ളതും ലോകത്ത് അറിയപ്പെട്ടതാന്നുള്ളതും അതിന്റെ പരമ്പര സ്ഥിരപ്പെട്ടതാന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമെന്നുള്ളതും ഇവരെ മൊയ്ലിയേര് പ്രസംഗിച്ചതാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് പോന്നു എന്ന് കണ്ടപ്പോ അവിടുത്തതും ഒറിജിനൽ അല്ലാതായി. ഇതിനെന്ത് മനസ്സിലാക്കാം? കടുത്ത ഹസദ്. AP ഉസ്താദിനോട് ഈ പ്രസ്ഥാനത്തോടുള്ള വെറുപ്പും മാത്രമാണ് ഈ കൗമിനി വിഷയത്തിലുള്ളത്. നോക്കൂ നിങ്ങൾ ഇവരുടെ നേതാവ് പ്രസംഗിക്കുന്നത്. അവസാനമായി പറയട്ടെ, എന്തിനേറെ സ്വലാത്ത് വിറ്റ് കാശാക്കാൻ മടിയില്ലാത്ത ഈ വിഭാഗം ആദരണീയര അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു തങ്ങളുടെ ഈ തിരുമുടി പോലും ദുരുപയോഗം ചെയ്ത് ഉണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മീതെ വഞ്ചനേതാ? റസൂലുള്ളാഹിന്റെ മുടിക്ക് ആരെന്തൊരു മർക്കസിനുണ്ടെന്ന് അവർ പറയുന്നത്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ആദരണീയരായ റസൂലുള്ളാഹിന്റെ മുടി ലോകത്തുണ്ട്, ഉണ്ട്. അതിന് ബറക്കത്തുണ്ട്, അതുണ്ട്. അതിന് പുണ്യമുണ്ട്, അതുണ്ട്. അതിന് മഹത്വമുണ്ട്. ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വെല്ലൂരിലുണ്ട്, തമിഴ്നാട്ടിലൊരു മുടിയുണ്ട്, അതിന് സനത്തുണ്ട്, പരമ്പരയുണ്ട്. ആ മുടി എവിടെ പിന്നെ ചോദിക്കാം. കശ്മീർ ഹസരത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്, അതിന് പരമ്പരയുണ്ട്, തങ്ങൾ വരെ എത്തിച്ചേർന്ന പരമ്പരയുണ്ട്. അബുദാബിയിൽ ഹസറജി കുടുംബത്തിന്റെ കയ്യിൽ ആ മുടിയുണ്ട്, അതുപോലെ സുഡാനിൽ മുടിയുണ്ട്. ലോകത്ത് അറിയപ്പെട്ട സ്ഥലങ്ങളിൽ ഈ 14 തലീക്കെട്ട് കെട്ടിയ തലയിലുള്ള വെള്ള തലപ്പാവിനോട് നിങ്ങൾക്ക് മര്യാദ എന്നൊക്കെ പറയും. നിങ്ങളല്ലേ എണ്ണിയത്? ലോകത്ത് അറിയപ്പെട്ട കേന്ദ്രമാണ് അത്. അവിടെ ഉണ്ട്, അതിന് പരമ്പരയുണ്ട്, ഒക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ നിങ്ങൾ അവിടത്തെയും തള്ളിയത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അസദ് എന്നല്ലാതെ പിന്നെ എന്താ കാര്യത്തിലുള്ളത്? കടുത്ത അസൂയ മാത്രമാണ് ഈ വിഷയത്തിലുള്ളത്. എന്നിട്ട് ഖസറജി കുടുംബത്തിന്ന് പോന്നപ്പോ നമ്മളെ പാപ്പ പറയാണ്. പാപ്പ എന്താ പറയുന്ന അറിയോ? പുതിയ പാപ്പ അവതാരം വല്ല അടുത്ത പ്രസിഡന്റ് ആകാൻ കസേരയ്ക്ക് കണ്ണു നട്ടിരിക്കുന്ന പാപ്പ പറയാനെന്തറിയോ? ഖസറജി അല്ല, എന്തോ ഒലക്കെ ഖസറജി. ആ കുടുംബത്തെ തന്നെ, മറ്റേ ഖസറജി കുടുംബമല്ലേ പോയി. അതിനുശേഷം ഞാൻ വേറെയും കൽപ്പിച്ചു തരാം. ഇയാൾ ആ കുടുംബത്തെ തന്നെ മോശമാക്കി. നോക്കണം, AP സ്ഥാനുള്ള വിരോധം കൊണ്ടാണ് ഇപ്പൊ ഖസറജി മോശക്കാരായത്. ആ കുടുംബം തന്നെ മോശമാകണം. എന്താ? അവര് AP സ്ഥാൻ ആ സാധനം കൊടുത്തു എന്നുള്ള തെറ്റാണുള്ളത്. ഖസറജി കുടുംബത്തെ കുറിച്ച് ഇയാൾ പറയും. നിങ്ങൾ കേട്ടോളി ഖസറജിയെ കുറിച്ച് പറയുന്നത്. 121 അതിന് ശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അബൂദാബിക്കാരൻ ഖസറജി കൊടുത്ത മുടി. അൽ ഖബീസാത്തു ലിൽ ഖബീസീന വത്തയ്യിബാത്തു ലിത്തയ്യിബീൻ. ഖസറജല്ല, അതിനപ്പുറമുള്ളവനാലും ഇവിടെ ഒലക്കാൻ ഖസറജി. അങ്ങനെ എത്ര ഖസറജി ഇടും? അബ്ദുൽ ആല മൗദൂദി സയ്യിദല്ലേ? നമ്മക്കെന്താ? നിങ്ങൾക്കതിനൊന്നുമില്ലല്ലോ. എവിടെ നിന്ന് കിട്ടി ഈ ഖസറജിയെ? എന്താ ഇവിടെ സ്വാലിഹീങ്ങളെ മുഴുവനും വിമർശിച്ച് നടന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ആക്ഷേപിച്ച ഒരൗലിയാക്കളെ ആക്ഷേപിച്ചില്ല. നിങ്ങൾ ആ തലയിക്കെട്ടുണ്ട് അയച്ചിട്ട് ഒരു കറുത്ത കുപ്പായം അല്ലെങ്കിൽ ഒരു കറുത്ത തലയിക്കെട്ടും കെട്ടി നിങ്ങളാണ് ഔലിയാവുന്നുള്ളത് ഞങ്ങൾക്കവിടെ തോന്നിയിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ? നിങ്ങളെ തട്ടിപ്പിനൊക്കെ ഞങ്ങൾ കൂട്ടിക്കാത്തോണ്ടല്ലേ ഇതിന്ന് പിടിച്ചു പുറത്തിട്ടത്. അപ്പൊ ഓലേറ്റി നടക്കണേ. നിങ്ങൾക്ക് പറ്റിയ സമസ്തയെ കൊണ്ടുവരണോളി, പറ്റിയ ആളെ കിട്ടിയിരിക്കണത്. പക്ഷെ എന്തായിരുന്നാലും ഇൻഷാ അല്ലാ സുഹൃത്തുക്കളെ, AP ഉസ്താന്റെ ശുദ്ധിയൊക്കെ തന്നെ ഇയാൾ പ്രസംഗിച്ചടക്കുമ്പോൾ ഇന്നും ഇയാള് ഹക്കടപാട് എത്ര മനുഷ്യന്മാരോടുണ്ട്. എന്താണത് മനസ്സിലാക്കാത്തത്? ഒരു പള്ളിയിലെ ഇമാമ്, ഒരു പള്ളിയിലെ ഖത്തീബ് ഹക്കടപാട് ഇപ്പോഴും വീട്ടിയിട്ടില്ല. മനുഷ്യന്മാരിന് പൈസ കടം വാങ്ങിയത് കൊടുത്ത് അയാൾ സത്യം ചെയ്യട്ടെ. വെറുതെ എന്തിനാ പറയുന്നത്? ഖുർആൻ പഠിച്ചിട്ട് സത്യം ചെയ്യുകയോ ഞാൻ ₹1 ഒരു മനുഷ്യനെ കൊടുക്കാല്ല എന്നുള്ളത് എന്തിനാണ്? അങ്ങനെയൊക്കെ തട്ടി നാടന്മാര് വരത് എങ്ങനെയും വീട്ടിക്കൊണ്ടിരിക്കാം. മരിച്ചതിന് ശേഷം ഒരു മയ്യത്ത് വെച്ചിട്ട് പറയലുണ്ടല്ലോ നമ്മള്, ഇയാളെ പേരിൽ വല്ലതുണ്ടെങ്കിൽ മക്കൾ ഏറ്റെടുത്തിക്കണെന്ന്. ഇയാളെ മക്കൾ കുറച്ച് കുടുങ്ങുന്ന. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അത് കൊടുക്കേണ്ടി വരും. ആര് കൊടുത്തോളവര് പൊരുത്തപ്പെട്ടിരുന്നുണ്ടാവില്ല. നോക്കണങ്ങൾ പറ്റിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ. എന്നിട്ട് അതിന് പല തട്ടിപ്പും രീതിയും അല്ലേ? എന്നിട്ട് അത് ശൈഖായി നടക്കുക. ഇരിക്കട്ടെ, ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പിന്നെ അപ്പൊ ഓലക്കേണ് ഖസറജി. എന്നാ വരട്ടെ, ഖസറജി ആരാന്നുള്ളത് ഓലെന്നെ പറഞ്ഞുതരും. ഇയാൾക്ക് ഒലക്കല്ലേ? നമ്മൾ ഈ ഖസറജി എന്ന മാന്യ വ്യക്തിയുടെ കുടുംബത്തെ സംശയിക്കുന്നില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നസബയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മഹാനായിരിക്കാം. ഖസറജി എന്ന കുടുംബത്തോട് നമുക്ക് യാതൊരു പുച്ഛത്തിന്റെ അവഗണനയുടെ ലാഞ്ചന പോലുമില്ല. വലിയ കുടുംബമാണ് ഖസറജി സാദാത്തുമാർ. ഖസറജി കുടുംബത്തെ ഈ അഹമ്മദുൽ ഖസറജി കേരളത്തിലൊക്കെ മുമ്പും വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവരെ അവതരിപ്പിക്കൊന്നുമല്ല.
ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മുമ്പ് ഇസ്ലാമിക് അക്കാദമി, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അന്തരിച്ചു പോയ ഖസ്റജി, പിതാവായ ഖസ്റജി, ഔഖാഫിന്റെ മിനിസ്റ്റർ ആയിരുന്ന ഖസ്റജി ഒരു സമ്മേളനത്തിൽ ദാറുൽ ഹുദയിൽ പങ്കെടുക്കാൻ, ഒരു സമ്മേളനത്തിൽ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ യാത്രയിൽ അനുഗമിച്ചിരുന്നു ഈ അഹമ്മദുൽ ഖസ്റജിയും. ഈ അഹമ്മദുൽ ഖസ്റജിയും ദാറുൽ ഹുദയിലൊക്കെ വന്നിരുന്നു. പിതാവായ അഭിബന്ധനായ ഖസ്റജി UAE ഔഖാഫ് മന്ത്രാലയത്തിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി, അല്ലാഹു തആല മഹാനായ മരണപ്പെട്ടു പോയ ഖസ്റജി പിതാവിന്റെ ആ മഹാന്റെ ഖബറിടത്തെ അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കും. അപ്പൊ ഇയാളെ ദുഃഖോല മൂല്യം തന്നെയാണ്. ഇയാൾക്ക് വലിയ ശൈഖാണ് ഖദർജി. പക്ഷെ നമ്മളാൾക്കുണ്ടല്ലേ പാപ്പാക്ക് കൊലക്കേ, മൂപ്പർക്ക് കൊലക്കി വരലൊക്കെ മൂപ്പർക്ക് ഭയങ്കരാണ്. മൂപ്പർക്ക് ഇങ്ങനെ ചിന്തിക്കാനല്ലേ, മേപ്പെട്ട് നോക്കിയ ആകാശം കീപ്പെട്ട് നോക്കിയ ഭൂമി ആട് പറയുന്നേ, വേറൊന്നുമില്ലല്ലോ. ഖദർജി കുടുംബത്തെ കുറിച്ചോ അങ്ങനത്തെ ഒന്നും മൂപ്പർക്ക് എന്താ, അല്ലെങ്കിൽ പീക്കണ്ട തോന്നിയാസം പറയണം. മൂപ്പർക്ക് ഇനി ഖദർജിനെ തള്ളിച്ചിട്ടെന്താ അല്ലേ, അത്ര മൂപ്പരയിൽ കാണുന്നുള്ളൂ. ഇനി എന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ വിഷയത്തിൽ EK വിഭാഗത്തിന് കടുത്ത അസൂയ മാത്രമേ ഉള്ളൂ എന്നാണ് ബാലുശ്ശേരി ഒരു മൗലവി പറയുന്നത്. അയാൾക്കൊരു കാര്യം തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാരും സംശയിക്കേണ്ട, അതന്നെ ലാസ്റ്റ് തിരിയുന്ന മൗലവി അയാളാ, സാധു പാവം. അയാൾക്ക് വരെ തിരിഞ്ഞു, ഇവർക്ക് ഇതിലെ അസൂയ മാത്രമുള്ളത് അയാൾ പറയുന്നത് കേട്ടോ. EK സുന്നികൾ ഈ വ്യവസായത്തെ ഈ വാണിജ്യവൽക്കരിക്കപ്പെട്ട പ്രവാചകന്റെ തിരുകേശം എന്ന പേരിൽ കാന്തപുരത്തിന്റെ മുടി എന്ന് എല്ലാ സുന്നികളും ഏറെക്കുറെ ഇന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ സഹോദരങ്ങളെ EK സുന്നികളെ എതിർക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്നത് കാന്തപുരമാണ്. കാന്തപുരത്ത് വെല്ലാൻ പോകുന്ന വ്യവസായം നടത്താൻ EK സുന്നികൾക്ക് സാധിക്കാതെ പോയി. കാന്തപുരം വാരിക്കൂട്ടുന്ന പണവും കാന്തപുരം വാരിക്കൂട്ടുന്ന അംഗീകാരവും ആദമിന്റെ 2 മക്കളിൽ ഒരാൾക്കൊരാൾക്കുണ്ടാക്കിയ രോഗമുണ്ടാക്കി. അതെന്താണത്? അത് അസൂയയാണ്. ആ അസൂയയുടെ പിൻബലത്തിലാണ് ഇതിന്റെ സനദ് പരിശോധിച്ചത്. ആ അസൂയയുടെ പിൻബലത്തിലാണ് അഹമ്മദ് ഖസ്റജിയുടെ ഗ്രന്ഥം തേടിപ്പോയത്. അപ്പൊ ഹസദാണ് ഇവർക്കുള്ളത്. ഈ മനുഷ്യന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേളാരിക്കാർക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ പിന്നാലെ സൈക്കിൾ എടുത്ത് ഈ കാര്യത്തിൽ കൂടാത്തത്. ഇനി നിങ്ങൾക്ക് കേൾക്കണം, ഇവരൊരു ആരോപണം എന്താ അറിയോ, ഇവരെന്തിനാ അത്രപ്പതിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് അറിയോ? ഇത് വിറ്റിട്ട് ഞമ്മള് വലിയ പൈസ വാങ്ങാണ്. എത്രക്കാ വിൽക്കുന്നത്? 101 മുതൽ 10,001 റുപ്യ വരെയാണ് ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത്. അത് മൊയിലേരെ, ഇവരെ മൊയിലേക്കന്മാർക്ക് നോണ പറയാൻ ഒരു ഉളുപ്പില്ലല്ലോ. തലയെക്കിട്ടിട്ട് അയാൾ പറയാൻ ബക്കറ്റിലാക്കിയിട്ട് അവര് കൊണ്ടുപോണു. പ്രസംഗിക്കാൻ ആരാത് പറയുന്നത്? ഞമ്മളെ പല പോലത്തെ ഒരാളാണെങ്കിൽ പോട്ടേക്കാം, കാരണം അയാൾക്ക് അങ്ങനൊക്കെ പറയാ, വിവരമില്ലാത്ത ആളാണ് അല്ലേ, അയാൾ അങ്ങനെ പോട്ടേന്ന് വെക്കാം. അതേ സമയത്ത് ഇവരെ സംഘടനന്റെ ആധികാരിക ആൾക്കാരാണ് ഈ പറയുന്നത്. ഇയാളെ ഒരു കൊണ്ടുനടക്കണ ആധികാരിക ആളായിട്ടല്ല, എന്ത് ചെയ്യണം, കുറച്ചിങ്ങനെ തെറി പറയിക്കാൻ, ഇങ്ങനെ സൂഹിക്കാൻ വേണ്ടി കൊണ്ടുനടക്കണതാ. അത്ര ഓൽക്കാ കാര്യത്തിൽ ഇപ്പൊ ഉണ്ടാവുള്ളൂ. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഇവരെ ആധികാരിക വക്താക്കൾ പറയുന്ന എന്താ പറയുന്നത്? 101 മുതൽ 10,001 റുപ്യക്ക് വരെ വിറ്റു കേട്ടോളി. സ്ഥിരീകരിക്കപ്പെടാത്ത സനദില്ലാത്ത ഒരു മുടി നബി തങ്ങളുടേതാണെന്ന് പറഞ്ഞ് കാരന്തൂർ മർക്കസിൽ വെച്ചാൽ നമ്മളതിന് ചോദ്യം ചെയ്യൂല. അത് അവരും അംഗീകരിക്കോട്ടെ, മറ്റുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, വെള്ളം കൊണ്ടുപോയിക്കോട്ടെ. ഇതല്ലല്ലോ, ഇത് ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, മംഗലാപുരം വരെ, ബാംഗ്ലൂർ വരെ ഇത് മുക്കിയ വെള്ളം ബക്കറ്റിലാക്കി കൊണ്ടുപോയിട്ട് 101 രൂപ മുതൽ 10,001 രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ട് ബോട്ടിലുകൾ സർവ്വവ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കാൻ 40 കോടിയോ പള്ളിയാണ് പോൽ, അതിനുവേണ്ടി 1000ത്തിന്റെ ടിക്കറ്റുകൾ മുറിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യാപകമായി ഈ ഞങ്ങളെ കോടിന്റെ കണക്ക് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ആ മദ്രസയിൽ കൂടി പിരിച്ചൊരു കോടിയുണ്ട്, അതിന്റെ കണക്ക് പറഞ്ഞു കൊടുക്കും. 110 കോടിയാണ് നിങ്ങളെ ചാനലിന് വേണ്ടി പിരിച്ചത്. ഏത് ആയത്താണ് നിങ്ങൾക്ക് ആ റിയാലിറ്റി ഷോക്കൊക്കെ ഉള്ള തെളിവ്? കുപ്പിവളക്കൊക്കെ ഉള്ള തെളിവേ ഇല്ല. പാവന്മാര് മൗലൂദും മാലയായിട്ട് പൊരയിലിരിക്കണ മുഴുവൻ നിങ്ങൾ ആ കുപ്പിവെള്ളം എടുത്തു കൊണ്ടുപോയത്. എന്നിട്ട് നിങ്ങളാണ് ഇപ്പൊ നമ്മളെ കോടിന്റെ കണക്ക് പറഞ്ഞായിരുന്നു. നോക്കണം നിങ്ങള്. എന്നാൽ ഇവിടെ വന്ന അവതാരം പറയട്ടെ, 40 കോടിന്റെ കഥ കേട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആ വിഷയം ഓർമ്മ വരുന്നത്. അവതാരം പറയുന്നുണ്ട്, എന്താ പറയുന്ന അറിയോ, 40 കോടിന്റെ പള്ളി ഉണ്ടാക്കുമ്പോ ഇവർക്ക് ബേജാറ് തോന്നി, 110 കോടിന്റെ ചാനൽ ഉണ്ടാക്കിയപ്പോ ഇവർക്ക് ഒന്നും തോന്നിയില്ല. ഈ 110 കോടി കൊണ്ട് എന്ത് നന്മയാണ് ഈ കേരളത്തിന് കിട്ടിയത്? ഇവരപ്പത്തെ പുതിയ മുഷാവറ മെമ്പർക്ക് ഇവർക്ക് വീട് കിട്ടിയ അവതാരം ചോദിക്കാണ്. കേട്ടോളിങ്ങൾ. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് ഒരുപാട്, ഇതിനു വേണ്ടിയാണ് 110 കോടി രൂപ സമാഹരിച്ചത്. ചിന്തിച്ചു നോക്കൂ, 110 കോടി രൂപ സമാഹരിച്ചിട്ട് ഇവിടെ സമുദായത്തിന് എന്ത് നന്മയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? ഒന്നുമില്ല. എവിടെ ഏത് ആരാധനയാണ് ഇതിലുള്ളത്? കുപ്പിവള എന്ന പേരിലുള്ള സിനിമാറ്റിക് ഡാൻസ് പോലെയുള്ള റിയാലിറ്റി ഷോ, പെൺകുട്ടികൾ പങ്കെടുക്കുന്ന മ്യൂസിക്കുള്ള
ഈ ഷോ ഇസ്ലാമികാണോ? ഇയാൾ ഈ ചാനലിന്റെ പോയപ്പോഴും പേര് നേരത്തെ പറഞ്ഞല്ലോ, ദർശന എന്റർടൈൻമെന്റ് ചാനൽ. ഈ ചാനൽ 110 കോടിയിൽ നിന്ന് സമുദായത്തിന് എന്താ ലഭിക്കാനുള്ളത്? എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചൂടെ? സാധാരണക്കാരെ ഒരുപാട് സാധുക്കൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഈ പണം ഉപയോഗിച്ചുകൂടെ? പണക്കാരൻ നൽകിയ ഷെയർ ആയാലും അങ്ങനെ ഉപയോഗിച്ചുകൂടെ? സാന്ദർഭികമായി ഓർമ്മ വരുന്നൊരു സംഭവമുണ്ട്. 40 കോടി രൂപക്ക് കമറുലുമ കാന്തപുരം ഉസ്താദ് ഒരു പള്ളി നിർമ്മിക്കുന്നു. അവിടെ എന്തൊക്കെയാ ഉള്ളത്? 25,000 ആളുകൾക്ക് നിസ്കരിക്കാം. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിലെ ഭാഗമായ ഷഹറെ മുബാറക്ക് സൂക്ഷിക്കാനുള്ള ഒരു ഇടം, ഇത്രയും ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഇടം, പിന്നെ ഒരു ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയം, ഇസ്ലാമിലെ ചരിത്ര ശേഷിപ്പുകളെ സൂക്ഷിക്കാനുള്ള ഒരിത്, പിന്നെ പഠന കേന്ദ്രങ്ങള്, ജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം, വന്ന് യാത്രയും മറ്റുമായി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഹറെ മുബാറക്കൊക്കെ കണ്ട് പോകുന്നവർക്ക് താമസിക്കാനും നിസ്കരിക്കാനും ഒക്കെയുള്ള സംവിധാനം, എല്ലാം ഇർത്തികാഫിരിക്കാനുള്ള സംവിധാനം, ഖുർആൻ ഓതാനുള്ള സംവിധാനം, ഇങ്ങനെ അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇബാദത്തായി മാറുന്നതിന് 40 കോടി 1000 രൂപ വെച്ച് ഓരോ സാധാരണക്കാരനും കൊടുക്കുമ്പോൾ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവർ ചാനൽ തുടങ്ങിയിട്ട് ചാനലിന് വേണ്ടി സമാഹരിക്കുന്നത് 110 കോടി. 110 കോടി സമാഹരിക്കാൻ ഒരുപക്ഷെ ഇതിനെതിരെ വരും, ഞങ്ങൾ 110 കോടി സമാഹരിച്ചിട്ടില്ല. ഇനിയിപ്പോ ഈ മനുഷ്യനെ നമ്മൾ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പിടിച്ചു പുറത്തിട്ടു. ഞാൻ ഈ സംഘടന ആരും അല്ല, കേവലം ഒരു പ്രാഥമിക അംഗത്തുള്ള ഒരു മനുഷ്യൻ. ഇപ്പൊ ഈ മനുഷ്യൻ അപ്പുറത്തേക്ക് പോകുമ്പോ എന്താ ഇപ്പൊ ഇതിനൊക്കെ ന്യായീകരിക്കുക? അല്ല, അതും അറിയാം. ഈ റിയാലിറ്റി ഷോ ഒക്കെ ഇപ്പൊ ഹലാലാകെ. ഈ മനുഷ്യനെ ദർശനീക്ക് ഉണ്ട് എന്ത് ചെയ്യണറിയോ? ഫോൺ വിളിച്ച് ചോദിക്കാം പാടാനുള്ള പെൺകുട്ടികളെ പ്രായം എത്രയാണ്. അപ്പൊ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെ, അതാണ് ഹലാലിന്റെ. 36 ആയാൽ പിന്നെ ആറാമാവും. ഹലാൽ 35 വരെ എത്തണല്ലോ, 15 സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് ഇയാൾ ചോദിക്കത്തിന്റെ മത ഹുക്കും എന്താണ്? അതും കൂടി നിങ്ങൾ കേട്ടോളി. നല്ല ആളെ കൂടിയിരുത്തിക്കണം. ഇത്തരം ഒരു ചാനലിന്റെ ഹുക്കും എന്താണ്? ഇത് പറ്റുമോ ഇല്ലേ? പെൺകുട്ടികൾ വന്നിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, റിയാലിറ്റി ഷോ വിത്ത് മ്യൂസിക്കിന്റെ അകമ്പടിയോടെയുള്ള റിയാലിറ്റി ഷോ ആണ്. ആ റിയാലിറ്റി ഷോയിൽ നമുക്ക് ബന്ധപ്പെട്ട് അറിയാം, നമുക്ക് ഞാൻ അവരുമായി ബന്ധപ്പെട്ടു, ഞാൻ വിളിച്ചു ചോദിച്ചു, അവരുടെ ഓഫീസിൽ തന്നെ വിളിച്ചു ചോദിച്ചപ്പോ പിന്നെ റിയാലിറ്റി ഷോയിൽ ആൺകുട്ടികളാണ് എന്നാണ് ഞാൻ ധരിച്ചത്. ഞാൻ വിളിച്ചു ചോദിച്ചു പെൺകുട്ടികളുടെ പരിപാടിയിൽ എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. അപ്പൊ പറഞ്ഞത് പിന്നെ നമ്മുടെ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഇതിൽ പാടാം, അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ അതിൽ തന്നെ നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ അതിനകത്ത് തന്നെ ഉണ്ട്. എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് ആദ്യം ലഭിച്ചത് അവരിൽ. അപ്പൊ അവര് പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നത് മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മറക്കണം, അങ്ങനെ മറച്ച് പാടാന്നാണ്. ഹലോ ഹലോ, ദർശന TV ആണോ? അതെ. നമ്മള് പിന്നെ കുപ്പിവള എന്നൊരു പ്രോഗ്രാം ഉണ്ട്, നമ്മുടെ സലീം നദ്വി പറഞ്ഞറിഞ്ഞതാണ്. നമ്മളൊരു പരിപാടി ഉണ്ട്, അത് പിന്നെ അതിന്റെ മത്സരങ്ങളെ പരിപാടികൾ തുടങ്ങിയോ? ഇല്ല, അത് റിയാലിറ്റി ഷോ ഇപ്പം ഓഡിഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓഡിഷൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഓഡിഷനിൽ ആരൊക്കെ എങ്ങനെ എത്ര എന്നുള്ള ടീമിന്റെ കണക്കുണ്ടോ? ഇല്ല, ടീമിനൊക്കെ ഇപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇല്ലല്ലേ? ഇതില് പുരുഷന്മാര് മാത്രമല്ലല്ലോ, പെൺകുട്ടികളില്ല? ഇല്ല, ഗേൾസ് ഉണ്ട്. ഗേൾസ് എത്ര വയസ്സ് വരെ നമുക്ക് എടുക്കാൻ പറ്റുമതില്? അത് 15 വയസ്സ് പറ്റുമോ? ഓ, പറ്റും. 15 വയസ്സ്. ഒരു പാടാൻ വേണ്ടി നമുക്ക് ആളുകളെ ഗേൾസിന് പ്രായം പ്രശ്നമില്ലല്ലോ? ഇല്ല, ഇപ്പം ഓൾറെഡി ടീംസിനൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ സ്ത്രീകള് പാട്ട് പാടുന്നവർക്ക് പ്രായത്തിന്റെ പ്രശ്നമുണ്ടോ? അത് 15 to 35 വയസ്സ് വരെയാണ് ആളുകൾക്ക് ഇപ്പം പ്രായം പറഞ്ഞിരിക്കുന്നത്. 15 to 35 വയസ്സ് വരെ പാട്ട് പാടുന്നവർ പറ്റും അല്ലെ? ലേഡീസ് ആയാലും പറ്റും. അല്ല, അങ്ങനെയല്ല. ഇപ്പം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനുള്ള ആളുകളുടെ വയസ്സ് 15 to 35 ആണ്. അപ്പം അതിലിപ്പം പാടുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു 15 to എങ്ങനെയായാലും പ്രശ്നമില്ല. 15 to 35 പങ്കെടുക്കേണ്ടത്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. അല്ല ഈ ടീംസിലേക്ക് പെൺകുട്ടികളെ പറ്റുമല്ലോ, എടുക്കുന്നുണ്ടല്ലോ? അപ്പൊ അവരെ പ്രായം എത്ര വരെ ആവുന്നോ? അത് കുഴപ്പമില്ല. 15 to 35 വയസ്സ് വരെ. ഓ, 15 മുതൽ 35 വയസ്സുള്ള ഗേൾസിനെ പറ്റും നമുക്ക് ഇതിലല്ലേ? 15 to 35 വയസ്സ്. എല്ലാം തന്നെ പറ്റും അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ മറച്ചു പാടാൻ പറ്റുമെങ്കിൽ ഇത് എന്റെ കയ്യിലുള്ള പുസ്തകം കലാസാഹിത്യങ്ങൾ നാശത്തിന് വേണ്ടിയോ എന്ന പേരിൽ നമ്മുടെ കാസിമി ഇവിടെ റഹ്മത്തുള്ള കാസിമിയുടെ തന്നെ ഇതാണ്. റഹ്മത്തുള്ള കാസിമിയുടെ ആ പുസ്തകത്തിലുള്ളത് കടുത്ത തെറ്റാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോ ഈ മനുഷ്യ അപ്പുറത്തേക്ക് പോയിക്കാണ്, ഓരോ മുസാറംബ്രയിക്കാണ്. ഇതിനൊക്കെ ഇനിയിപ്പോ ഇയാളെങ്ങനെ ന്യായീകരിക്കാം?
എങ്ങനെ ഇതിനൊക്കെ ഇയാൾ ന്യായീകരിക്കാം? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏതാണ് ഈ ചാനൽ? ബാപ്പു മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു കൊടുത്ത ചാനൽ, ഫാത്തിഹോദി തുടങ്ങിയ പച്ച ഭൂനിവാസം പറയും. ചേളാരി സമസ്തയിൽ ആണായി പറന്ന മൊയ്ലേക്കന്മാരുണ്ടെങ്കിൽ ഇതിന്റെ മതവിധി എന്ന് പറഞ്ഞിരിക്കും. നിങ്ങളെ സമസ്തയുടെ സമുന്നതരായ നേതാക്കളാണ് അതിന്റെ ഉദ്ഘാടന സെഷനിൽ ഉണ്ടായിരുന്നത്. നിങ്ങളിറക്കിയ CD ഒന്ന് കാണി. ഫാത്തിഹ സൂറത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും മ്യൂസിക് ഇട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ അവഹേളിച്ച് നിങ്ങളാണോ ഞങ്ങൾക്ക് സമസ്ത പഠിപ്പിച്ചിരുന്നത്? ഇതിന്റെ മതവിധി ആണായി പറന്ന ഒരു ചേളാരി സമസ്തയിലെ മൊയ്ലിയർ എന്നൊക്കെ പറയും. ഇതിന്റെ മതവിധി എന്താണ്? ഇത് നിങ്ങൾ തുടങ്ങിക്കൊടുത്തതാണ്. നിങ്ങൾ തുടങ്ങിക്കൊടുത്തതാണിത്. നിങ്ങളെ മതസംഘടനയുടെ ആളുകളായിരുന്നു ഇത് തുടങ്ങിക്കൊടുത്തത്. ഇനി എന്റെ സുഹൃത്തുക്കളെ കേൾക്കണോ? ഇയാള് ചോദിക്കണമെന്നറിയോ, ഇത് ഏത് ഇസ്ലാമാണ് അംഗീകരിക്കാന്ന്? കേൾക്കട്ടെ. ഇയാളെ കൊണ്ടരണ്ട പൂതി തീർന്നോട്ടെ. ഹുക്കും എന്താണ്? ഇത്തരം ഒരു ചാനലിന്റെ ഹുക്കും എന്താണ്? എന്താണ് ഇത് പറ്റുമോ ഇല്ലേ? പെൺകുട്ടികൾ വന്നിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, റിയാലിറ്റി ഷോ വിത്ത് മ്യൂസിക്കിന്റെ അകമ്പടിയോടെയുള്ള റിയാലിറ്റി ഷോ ആണ്. ആ റിയാലിറ്റി ഷോയിൽ നമുക്ക് ബന്ധപ്പെട്ട് അറിയാം. നമുക്ക് ഞാൻ അവരുമായി ബന്ധപ്പെട്ടു, ഞാൻ വിളിച്ചു ചോദിച്ചു, അവരുടെ ഓഫീസിൽ തന്നെ വിളിച്ചു ചോദിച്ചപ്പോ പിന്നെ റിയാലിറ്റി ഷോയിൽ ആൺകുട്ടികളാണ് എന്നാണ് ഞാൻ ധരിച്ചത്. ഞാൻ വിളിച്ചു ചോദിച്ചു, പെൺകുട്ടികളുണ്ടോ പരിപാടിയിൽ, എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം ചോദിച്ചു. അപ്പൊ പറഞ്ഞത് പിന്നെ നമ്മുടെ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഇതിൽ പാടാം, അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ അതിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ അതിനകത്ത് തന്നെ ഉണ്ട്. എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് ആദ്യം ലഭിച്ചത് അവരിൽ. അപ്പൊ അവര് പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നത്, മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മറക്കണം. അങ്ങനെ മറച്ച് സൗണ്ട്. ഹലോ ദർശന TV ആണോ? അതെ. നമ്മള് ഇരിക്കട്ടെ, സൗണ്ട് പോയി മാറിപ്പോന്ന്. ഏതായിരിക്കട്ടെ. ഇനി ഇയാളെ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? പിന്നെ ഏതാണ് യഥാർത്ഥ സമസ്ത എന്ന്, ഏതാണ് യഥാർത്ഥ സമസ്ത എന്ന് തീരുമാനിക്കാൻ ഈ ഒരൊറ്റ വിഷയം മാത്രം മതി എന്ന് അയാൾ പറയണേ. അങ്ങനെയാണെങ്കിൽ ഇനി ഏതാ സമസ്ത യഥാർത്ഥം എന്ന് അയാൾ എങ്ങനെ ഇനി പറയാം? അയാളപ്പ അപ്പുറത്തേക്ക് പോണോടുകൂടെ അതിപ്പോ എങ്ങനെ ഇപ്പൊ ഇയാൾ ന്യായീകരിക്കും? എങ്ങനെ ഈ മനുഷ്യന് കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിപ്പ് ആർക്കാ ഉള്ളത്? ഇതൊക്കെ പറയുമ്പോ ആലോചിക്കേണ്ടിയിരുന്നതൊക്കെ കേൾക്കട്ടെ. ഈ ഒരൊറ്റ വിഷയം മതി ഏതാ സമസ്ത ഒറിജിനൽ എന്ന് പറയാൻ. സമസ്തയിൽ എന്താണ്, അവരെന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അവരുദ്ദേശിക്കുന്നത് അവരുടെ ചാനലിൽ, അവരുടെ സൈറ്റിൽ, വെബ്സൈറ്റിൽ കാണാൻ കഴിയുന്നത് പിന്നെ കോമഡി ഷോ ഉണ്ട്. പിന്നെ കുപ്പിവള എന്ന പേരിൽ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ അങ്ങനെയുണ്ട്. കുപ്പിവള എന്ന പേരിൽ ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ, അത് സാധാരണ നമ്മളിപ്പോ നടക്കുന്ന കൈരളിയിലും മറ്റൊക്കെ നടക്കും പോലെ തന്നെ എന്ന് പറയാം, സാധാരണ ചാനലിൽ നടക്കുന്ന പോലെ. അതുപോലെ കോമഡി ഷോസ് ഉണ്ട്. കോമഡി ഷോ ആളുകളെ കുടുകുടാ ചിരിപ്പിക്കുന്ന ആ ഒരു ശൈലി ഏത് ഇസ്ലാമാണ് അത് അംഗീകരിക്കുക? ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു സംഭവമാണത് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കും. ആ ക്ലിപ്പ് മാറിപ്പോയോ? ഓക്കെ, ഇരിക്കട്ടെ. ഏതായിരുന്നാലും പിന്നെ 430 ഇട്ട് കൊടുക്കണം, നമ്പർ മാറിപ്പോകുന്നുണ്ടായിരുന്നു. പിന്നെ സമസ്തയില് ഇനിയിപ്പോ ഇതൊക്കെ ഇങ്ങനെ ഈ മനുഷ്യന് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, അപ്പുറത്തെ സ്റ്റേജിൽ കയറിയിട്ട് നേരെ തിരിച്ചു പറയുന്നു. ഇതിന്റെ കാരണം അയാൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് അയാളൊരു പ്രത്യേകത. അയാൾ പറഞ്ഞെന്താ അറിയോ, ഈ ആദർശത്തിൽ നിന്ന് തെറ്റിപ്പോകുമ്പോ പിന്നെ വൈരുദ്ധ്യം പറയുന്നൊന്നും ഒരു കണക്കുണ്ടാവില്ല. അത് മനുഷ്യൻ പലതും പറഞ്ഞു പോകും. അതും കൂടി നിങ്ങൾ കേട്ടോ. എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്? അതും അയാൾ പണ്ട് പറഞ്ഞു വെച്ചിട്ടെന്റെ കാരണം. സമസ്തയുടെ നേതാക്കന്മാരിങ്ങനെ വൈരുദ്ധ്യങ്ങൾ വരുമ്പോൾ ഈ വൈരുദ്ധ്യമായ നേതാക്കന്മാർ നയിക്കുന്ന ഒരു ടീമിനെയാണ് ഇപ്പൊ സമസ്ത എന്ന് പറയുന്നത്. അതൊരു വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ അതില് പെട്ടുപോയ ആളുകള് അത് നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. സമസ്തയുടെ നേതാക്കൾക്കിടയിൽ വൈരുദ്ധ്യപരമായ അഭിപ്രായങ്ങൾ പറയാറില്ല സമസ്ത നേതാക്കൾ. സമസ്തയുടെ നേതാക്കൾ താജുലുലമ അല്ല, ഞാൻ ഉദ്ദേശിച്ച ചേളാരി സമസ്ത ഇപ്പൊ ഈ അമ്പലക്കടവ് പോലെ അവർക്കിടയിൽ വൈരുദ്ധ്യങ്ങൾ പറയാനുള്ള കാരണം അവരിന്ന് രൂപീകൃത ലക്ഷ്യത്തിൽ നിന്ന് അവർ പിറകോട്ട് പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് പലതും പറയേണ്ടി വരും. ആ പറയേണ്ടി വരുന്നത് വൈരുദ്ധ്യങ്ങളുമാകും. അത് സാധാരണ ഒരു അവസ്ഥയാണ്. ആദർശത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. അതെ, അത് അയാൾ നേരത്തെ പറഞ്ഞു വെച്ചു. അയാൾക്കും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാന്യത എന്ന് പറഞ്ഞൊരു സാധനം ചെങ്ങായി എന്റെ അടുത്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ മറ്റാള് പറഞ്ഞ മാതിരി ആ ഉളുപ്പുണ്ടല്ലോ, ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം, അത് അടുത്തുകൂടി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഇത്രയേറെ
ഇത്രയേറെ പച്ചയായി പറഞ്ഞ വിഷയങ്ങൾ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഇതിപ്പോ ഈ മനുഷ്യന്റെ ഒരു ചില വിഷയങ്ങൾ അയാള് തന്നെ പറഞ്ഞു വെച്ച ചില വിഷയങ്ങൾ മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത്. അതല്ല, ഇനി അയാൾ ആരാണെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിഹത്യ ഇല്ലാത്തത് കൊണ്ടാണ്. അതല്ല, പറഞ്ഞേ പറ്റൂ എന്ന് അയാൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ വെറുതെ നിങ്ങളൊരു പുതിയ താമസമൊക്കെ തുടങ്ങിയതല്ല, ഞങ്ങൾ അങ്ങനെ എരപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, എരപ്പാക്കിയിട്ടേ അടക്കിക്കൊള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് അന്നേരം ആലോചിക്കാം. അതിനിപ്പോ ഞാൻ എന്താ പറയുന്നതോ, അയാൾ തന്നെ ഒരു ഉത്തരം പറയുന്നുണ്ട്, ആവശ്യത്തിന് ഇപ്പൊ ഇത് മതി, ഇനി ഇതല്ല പറയിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ അപ്പം നോക്കാന്നുള്ളത് പണ്ടേ അയാൾ പറഞ്ഞു വെപ്പിച്ച ഒരു കാര്യമാണ്. അതും കൂടി നിങ്ങൾ കേട്ടോളൂ. അതേപോലെ ഞാനും അയാളോടും പറയാണ്, അത്രേ ഉള്ളൂ. സമൂഹത്തിന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഞങ്ങളും പറഞ്ഞു കൊടുത്തു. അതിന്റെ ഈ ചാനലുമായി ബന്ധപ്പെട്ട ഒരു 5% നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ കയ്യിലുള്ള വിവരത്തിന്റെ 5%. ബാക്കി വഴിയെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാം പുറത്തു കൊണ്ടുവന്നിട്ട് ഇവരെ വല്ലാതെ അപകടപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് സൂചന നൽകുന്ന വിധത്തിലുള്ള ആവശ്യമായ ചിലത് നൽകി കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് വിശാലമായി തന്നെ സംസാരിക്കേണ്ടി വരുന്നുവെങ്കിൽ അവർക്കത് നിർബന്ധവുമാണെങ്കിൽ നാം അത് നൽകാൻ തയ്യാറാണ്. ഞങ്ങൾക്കും അത്ര പറയാനുള്ളൂ. ആവശ്യമായ ഈ മനുഷ്യനെ കുറിച്ചുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതല്ല, ഇപ്പൊ അയാൾ 5% ഇപ്പൊ അയാൾ പുറത്തു വിട്ടുന്ന 95% അയാളെ കയ്യിലുണ്ട് എന്നതിന്റെ അർത്ഥം. ഈ 95% ഇപ്പൊ എന്തേ ആയത്? അല്ല, അത് മോനല്ല അറിയോ. 95% അയാളെ കയ്യിലുണ്ട് എന്നാ പറയണേ. എങ്ങനെ കഴിയുന്നു മനുഷ്യൻ? ഇതാണ് ചേലാരി സമത്ത കുതിര കച്ചവടം. ഇവിടുന്ന് കിട്ടണ ആർക്കും വേണ്ടാത്ത അണ്ണാച്ചി എടുക്കുന്നു പറയുമ്പോൾ എടുക്കാൻ പറ്റിയ ഒരു അണ്ണാച്ചി സമസ്തി. അങ്ങനല്ലേ ഇനി പറയാൻ പറ്റുള്ളൂ? അല്ല, നമ്മൾ ചിന്തിക്കണ്ടേ എന്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ പോയത്? അയാൾ എന്തിനാ പിടിച്ച് പുറത്തിട്ടിരിക്കുന്നത്? ഇയാൾ നമ്മളെ സംഘടനയായിട്ടുള്ള നിലപാട് എന്തായിരുന്നു? അയാൾ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോ സത്യത്തിൽ ഹസദാണ് ഈ കാര്യത്തിലുള്ളത്. പിന്നെ വിറ്റു എന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ വിറ്റിട്ടില്ല, വിറ്റത് അവരായിരുന്നു. അവര് വിറ്റിട്ടുണ്ട്. വെള്ളം, ചെറിയൊരു കുപ്പി വെള്ളത്തിന് 25,000 റുപ്യക്ക് വിറ്റിട്ടുണ്ട്. പക്ഷെ ആ മനുഷ്യനെ ഇന്നൊക്കെ മാറിയ സ്ഥിതിക്ക് ഇനി നമ്മളത് കാണിക്കണില്ല. എന്നാൽ ആ വിറ്റപ്പോ അയാളും അതേപോലെ തന്നെ ഇവരെ മറ്റേ മുസ്ലിയാരും പറഞ്ഞു കൊടുത്തെന്താ, അവിടെ ഈ സനദുണ്ട് എന്നുള്ളതാണല്ലോ. ആ സനദിനെ കുറിച്ച് എന്ത് ചെയ്തു? ഇവരെ മുഖാമുഖത്തിൽ ചോദിച്ചപ്പോ ഇവര് പറഞ്ഞ ആൻസർ എന്താ അറിയോ? തമിഴ്നാട്ടിലാണ്. ആദ്യം ഒരാൾ പറഞ്ഞിങ്ങനെ ഉരുണ്ട് കളിച്ച് മറുപടി പറഞ്ഞു. പിന്നെയും കുട്ടി വിടുന്നില്ല. ചെക്കൻ പിന്നെയും ചോദിക്കുന്ന സമയത്ത് അയാൾക്കും തോന്നിയത് സഫാത്ത് പറയാൻ പിന്നെ മറ്റേ മൂല്യരാ നല്ലത്. കാരണം ഇവിടുന്ന് വിട്ടികളൊക്കെ സഫാത്ത് പറയാൻ നല്ല ഉസാറാണ്. ഇവിടുന്ന് ഒഴിവാക്കിയത് ഈ സഫാത്തിന്റെ പേരിലാണല്ലോ. അപ്പൊ സഫാത്ത് പറയിപ്പിക്കാൻ മറ്റാളെ എഴുന്നള്ളിപ്പിക്കാണ്. അപ്പൊ അയാൾക്ക് പറഞ്ഞു കൊടുത്തതാണ് എന്ത്? തമിഴ്നാട്ടിലുള്ള മുടിക്ക് കേരളത്തിൽ സനത് വെച്ചാൻ പറ്റില്ല. സനദിന് സംസ്ഥാനത്തിന്റെ അതിർത്തി വെച്ചിട്ടാണല്ലോ ഇപ്പൊ ഇതൊക്കെ ചോദിക്കല്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ലാസ്റ്റ് പിന്നെ ആ കുട്ടിക്ക് അവസരം കൊടുക്കാതെ എന്ത് ചെയ്യാണ്? നന്ദിയും പറഞ്ഞാണ് പിരിച്ചുവിടുകയാണ്. കേട്ടോളിങ്ങൾ. റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദ് വെല്ലൂർ വാക്കവ്യാന്ന് കൊടുന്ന 2 കുപ്പി വെള്ളം 50,000 രൂപക്ക് വിറ്റതായിട്ട് നമ്മൾ എൽസിഡിയിൽ കാണാൻ കഴിഞ്ഞു. ആ റഹ്മത്തുള്ളാഹി ഖാസിമി വെല്ലൂർ വാക്കവ്യാത്തിൽ നിന്ന് കൊടുന്ന വെള്ളത്തിൽ ആ മുടിക്ക്, അവിടുത്തെ മുടിക്ക് സനതുണ്ടെങ്കിൽ ആ സനതൊന്ന് വായിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ ഉസ്താദിനോട് പറയാം, ആ സനതൊന്ന് വായിക്കണം. വെല്ലൂര് വാക്കവ്യാത്തിലെ മുടിന്റെ സനതൊന്ന് വായിക്കാൻ വേണ്ടിട്ട് ഉസ്താദിനോട് അപേക്ഷിക്കാം. വെല്ലൂരിലെ മുടി എന്ന് മാത്രമല്ല, ലോകത്ത് മുസ്ലിങ്ങൾ അംഗീകൃതമായി പ്രശസ്തമായി സ്ഥിരീകരിച്ചു വരുന്ന പ്രധാനപ്പെട്ട മുടികൾക്കൊക്കെ അത് അഭിപ്രായ വ്യത്യാസമില്ലാതെ സുസമ്മതമായി തവാത്തുറൻ ഏകകണ്ഠമായി അംഗീകരിച്ച് പാരമ്പര്യമായി കൈമാറിപ്പോരുന്നതാണ്. ഒരു സംശയവുമില്ലാതെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. കാന്തപുരം വിഭാഗം പോലും വെല്ലൂരിലെ മുടിക്ക് സനദില്ല എന്ന് പച്ചയായി പറയാൻ തയ്യാറായില്ല. അതിനൊക്കെ പുറത്ത് വളരെ വ്യക്തമായ സനത് വെല്ലൂരിൽ ആ മുടിക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വെല്ലൂരിൽ പോയി അന്വേഷിച്ചാൽ ആർക്കും അത് കണ്ടെത്താൻ സാധിക്കും. ഒരു സന്ദേഹവുമില്ലാത്ത വിധം പ്രകടമായി സനത് അവിടെ ലഭ്യമാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം, മർക്കസിലുള്ള മുടിക്ക് സനദില്ല എന്ന് പറഞ്ഞ നിങ്ങളോട് ആ വെല്ലൂര് വാക്കവ്യാത്തിലെ സനതൊന്ന് വായിക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. അതെ, ചോദ്യം വളരെ സ്പഷ്ടമായി മനസ്സിലായിട്ടുണ്ട്. മുടിക്ക് കേരളത്തിൽ വെച്ചാണ് ചോദിക്കുന്നത്. അതേ സമയത്ത് കോഴിക്കോട്ട് കാരന്തൂരിൽ ഉള്ള ഒരു മുടിയുടെ സനത് തിരിച്ചു ചോദിച്ചതിന് തമിഴ്നാട്ടിലെ മുടിക്ക് കേരളത്തിൽ വെച്ച് സനത് ചോദിക്കണം എന്നല്ല, തമിഴ്നാട്ടിലേക്ക് അവിടെ
സമയത്ത് കൃത്യമായി നമുക്ക് സനത് വായിക്കാം. അതേസമയത്ത് കോഴിക്കോട്ടുള്ള മുടിക്ക് കേരളത്തിൽ വെച്ച് തന്നെ സനത് വായിക്കണം. അതിന് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ടോ കർണാടകയിൽ പോയിട്ടോ അല്ല ഇവിടെ സനത് അന്വേഷിക്കുന്നത്. ഈ മഹത്തായ പരിപാടി സമസ്ത കേരള ജമുഇയ്യത്തുലമയുടെ ചൈത്യയാത്രയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംവാദമായി മാറിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവസാനം നന്ദി അതന്നെ നല്ലത്. അതാ നല്ലത്. നിങ്ങൾ എങ്ങനെയുണ്ട്? അല്ല, ഈ വെള്ളം വിറ്റതവിടെ തമിഴ്നാട്ടില് കൊടുന്ന വെള്ളങ്ങൾ വിറ്റ കോഴിക്കോടല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടൊരു കാര്യം, സനത് ചോദിക്കുമ്പോ അതിർത്തി നോക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഗൂഡല്ലൂര് പോയിട്ടേ ഇതിന്റെ സനത് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മര്യാദ എന്താ? എന്താ മൂല്യം? ഇത് വെള്ളരിക്കപ്പെട്ടണ നിങ്ങൾക്കാവുമ്പോ ഒന്നും വേണ്ട. നോക്കണ കടുത്ത ഹസത് നമ്മളെ ബാലുശ്ശേരി. പിന്നെ അത് മാത്രല്ല, സനത് ഇപ്പൊ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞിട്ടില്ല അവിടെ ഉണ്ട്. എന്നപ്പരിത്ത് മറ്റൊരു മൂല്യര് പറയുന്നത് അറിയോ? അവിടുന്ന് ആ വെള്ളം അങ്ങനെ കൊടുക്കണില്ല. ഏത് കോഴിക്കോട്ടേക്ക് എത്തിയ വെള്ളത്തെ കുറിച്ച് അവർ പറയണേ, ആ വെള്ളം അവിടെ അങ്ങനെ കൊടുക്കാറില്ല, സനദിൽ സംശയം ഉണ്ടായതുകൊണ്ട്. അതും നിങ്ങൾ കേൾക്കി. അങ്ങനെ ഒരു സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലുള്ള ഷാർ ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാഖവികളായ ആളുകൾക്കറിയാം. അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. പോയി മൂല്യരെ അവിടുന്ന് ആ വെള്ളങ്ങൾ കൊടുന്നില്ലേ എന്നാ പറയാം. നിങ്ങൾ ആൾക്കാരൊക്കെ തന്നെ ഇതിന് കിട്ടുള്ളൂ. എന്തൊക്കെയാ പറയുന്നത്? മറ്റാള് പറയാം അവിടെ ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. മറ്റേ മൂല്യര് പറഞ്ഞത് അത് തമിഴ്നാട്ടിൽ വന്ന അവിടുന്ന് പറഞ്ഞത് കേരളത്തിലല്ലേ. ഏട്ടങ്ങാറായിട്ടേ നിങ്ങളേ ഇതാണ് ഇന്നത്തെ വെള്ളരിക്കപ്പെട്ടണം. ഇന്നെ നമ്മളെ ബാലുശ്ശേരിക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇവർക്ക് സനത് ചോദിക്കാൻ എന്താ അവകാശം ഉള്ളത്? കേട്ടോളി. ചോദിക്കട്ടെ കാസിമി, ഈ മുടിയുടെ സനത് നിങ്ങൾ എവിടെ വായിച്ചു? ഏത് പട്ടിക്കാട് ജാമിയയിൽ വായിച്ചു? ഏത് ചേളാരി സ്ഥാപനത്തിൽ വായിച്ചു? നിങ്ങളുടെ ഏത് മുന്നിയിൽ വായിച്ചു? ഇതിന്റെ സനത് നിങ്ങൾ വായിച്ചില്ല. നിങ്ങൾക്ക് എങ്ങനെ കാന്തപുരത്തിനോട് ചോദിക്കാൻ അവകാശം? ഒരവകാശമല്ല. അതല്ല ഞങ്ങൾ ഇതിച്ചാളെ മെയിൻ ചെയ്യാത്ത ബാലുശ്ശേരി. നിങ്ങൾ കാര്യം പറഞ്ഞൊരു വിഷയമാണ് ഇപ്പൊ. ഓക്കെ, അയാൾക്ക് തിരിയുണ്ടെന്ന്. അയാൾക്ക് തിരിഞ്ഞ നാട്ടിലെ ഏതാർക്കാ തിരിയാതിരിക്ക? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നാ പിന്നെ സനത്തിൽ പിന്നെ ഇവര് പറയുന്നെന്താ? ഏപിക്കാർക്കോ അതിലെ സനത്തിൽ സംശയമില്ലല്ലോ. ഞങ്ങൾക്ക് അതിനെ ഒരു തബറുക്കിന്റെ വിഷയത്തില് ഒരാസാറ് സ്ഥിരപ്പെടാൻ സനത് വേണമെന്നുള്ള നിർബന്ധമൊന്നും ഞങ്ങൾക്കില്ല കൂട്ടരെ. നിങ്ങൾ ഓതിയ ലുൽമിന്റെ കിതാബ് ഞങ്ങൾ ഓതിയിട്ടില്ല. മുസീബത്തും ഫിത്തിനും കുത്തിത്തിരിപ്പും ഇതല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഞങ്ങൾ അത് പഠിച്ചിട്ടില്ല. എന്നാ ശരി, മുജാഹിദീങ്ങൾക്ക് വേണം സനത്. ഓലാലിപ്പോ ഈ സനദില്ലെങ്കിൽ അംഗീകരിക്കാത്ത മനുഷ്യന്മാര് ഓലിങ്ങളെ കോളേജിന്റെ ഉമ്മർത്ത് വന്നിട്ട് സനത് ചോദിക്കണ്ട്. നിങ്ങൾ ഓൽക്ക് പറഞ്ഞു കൊടുക്കി. സക്കരിയ ചോദിക്കണ ചോദ്യം കേട്ടോളി. നിങ്ങളിപ്പോ എ.പി. സുന്നിയുടെ മുടിമേന്ന് കൂടി വെക്കുക. നിങ്ങൾ ഓലും മുടിയാണ്, നിങ്ങൾ മുടിന്റെ വെള്ളം വിറ്റ 25,000 മുടി മുക്കിയ വെള്ളം. അത് വെല്ലൂരിലെ മുടിയാണ്, സനത്തുള്ള മുടിയാണ്. വെറുതെ എന്തെങ്കിലും പറയല്ല. ആരാ പറഞ്ഞത്? നമ്മളെ റഹ്മത്തുല്ലാ ഖാസിമി. അയാളിപ്പോ എവിടെ? സമസ്തയിൽ നിന്ന് ഔട്ട്. എന്താ കാരണം? തീജാനി തരീക്കത്തേക്ക് പോയിത്രേ. അതൊന്നും ഞമ്മക്കറിയില്ല. അതിന്റെ സനത് നിങ്ങളൊന്ന് വായിക്കോടെ. നിങ്ങളിപ്പോ എ.പി.യുടെ നിരങ്ങാൻ നടക്കണ്ടല്ലോ. കഴിയോ വെല്ലൂരത്തെ സനത്? റസൂലിൽ നിന്ന് നിന്റെ സഹാബിക്ക് കിട്ടി, ആ സഹാബി നിന്റെ താബിക്ക് കിട്ടി, അവിടുന്ന് താബിക്ക് കിട്ടി. അങ്ങനെ വെല്ലൂരിലെത്തുന്നത് വരെയുള്ള സനത് വായിക്കാൻ ഈ കെ വിഭാഗത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അതിന്റെ വെള്ളം വിറ്റിട്ടല്ലേ നടക്കണത്. നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് സംവാദത്തിനും കഴിയില്ല, നിങ്ങൾക്ക് മുഖാമുഖത്തിനും കഴിയില്ല. ഒരാള് പറഞ്ഞിട്ടുണ്ട് ഒടച്ച മൂരി. ഒടച്ചെന്ന് നമ്മുടെ മനസ്സിലായില്ല. പശുവിനെ കണ്ടിങ്ങനെ കൂടി വെക്കില്ല, ഒന്നും നടക്കില്ല, ഒന്നും സാധിക്കില്ല. കാണാനും വിചാരിക്കുന്നതൊക്കെ കാട്ടിക്കളിപ്പോൾ ഒന്നും കാട്ടില്ല. ആ അവസ്ഥയാണ് ഈ കെ വിഭാഗമേ. നിങ്ങൾ അവസ്ഥാനെന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഇത് ഈ നാട്ടുകാരെ കേൾപ്പിക്കേണ്ടില്ല. നിങ്ങൾക്ക് വിഷമമുണ്ട്. ഞാനെന്ന് ചോദിച്ചാണ് എസ് കെക്കാരെ, എന്തിനാ നിങ്ങൾക്ക് ഉളുപ്പ് എന്ന സാധനം അടുത്തുകൂടി പോയിട്ട് ഇതൊക്കെ കേട്ടിക്കാൻ കഴിയും? നിങ്ങളെ കുറിച്ച് നിങ്ങളെ മൂക്കിന്റെ താഴെ വന്നിട്ട് ഒരു വെല്ലുവിളിച്ചത്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ പൊല്ലാപ്പാ. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ പൊല്ലാപ്പാണ്. അറിയങ്ങള് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി. സനത് പണ്ട് ഇവിടെ കേരളത്തില് എല്ലാ പീഡിയക്കൊലയിലും എന്തായിരുന്നു ചർച്ച? മർക്കസിലെ മുടിക്ക് സനതുണ്ടാ. എല്ലാ നാടന്മാരും എന്ത് പണിക്കോണ ചക്കനും ചോദിക്കോ, അല്ല എന്താ സനതുണ്ടാ, എന്താ സനത്. ഇവര് ഈ സനദിന്റെ ചർച്ചയും വർത്താനൊക്കെ പാടെ കേട്ട ഇപ്പൊ ഓലവിടെ എത്തിയറിയോ? സനത് വേണമെന്ന് ഓല് പറഞ്ഞിട്ടില്ല. 4 ചേലാരിക്കാരെ മുന്തിയ സാധനങ്ങൾ തന്നെ നിങ്ങൾ ചേലാരി ഓല് പറയാ സനത് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേട്ടോളി നിങ്ങൾ. ഇവിടെ വിഷയം ഒന്ന് സനതാണ്. സനത് ഉണ്ടെങ്കിൽ അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന് നമുക്ക് വാദമുണ്ടോ?
സനതുണ്ടെങ്കിലേ അംഗീകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതാരാണ്? പറഞ്ഞതാരാന്നോ? നിങ്ങൾ തന്നെ മുജാഹിദീങ്ങളടുത്തേക്ക് നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ ചെയ്യേണ്ട അങ്ങോട്ടാ പോണ്, അവിടെ കെട്ടത് അതൊന്നുമല്ല, നിങ്ങൾ തന്നെയാ പറഞ്ഞത്. വരച്ച അടുത്ത ആള് ശക്തമായ സനതുവാണെന്ന് പറഞ്ഞത്. അത് ശരി, സനതുവാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കുന്ന കാര്യം വളരെ കണിശമായ നിബന്ധനയോടുകൂടിയാണ് മഹാന്മാരായ മുഹദ്ദിസീങ്ങളും അയിമ്മത്തും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, അങ്ങനെ തന്നെ വേണം താൻ. അപ്പൊ ആരെങ്കിലും ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരികേശം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ശക്തമായ സനദിലൂടെ സ്ഥാപിക്കപ്പെടണം. ശക്തമായ സനദിലൂടെ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലേ, അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലേ. പിന്നെയുള്ള കുത്തിത്തിരിപ്പ് എന്തറിയോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു ചില വിഷയങ്ങളോട് പരാമർശിക്കാണ്ടായതുകൊണ്ട്. പിന്നെ അടുത്ത കുത്തിത്തിരിപ്പ് തരുന്നത് 17 ഇട്ട് കൊടുക്കണ്ടോ, പൊന്മള ഉസ്താദിനെ കുറിച്ചുള്ള പരാമർശം എന്താണ്? പൊന്മള ഉസ്താദ് ഇതിന് വിശ്വാസമല്ല. ഏതില്? മർക്കസിലുള്ള ഷെയറിൽ വിശ്വാസമല്ല. പൊന്മള ഉസ്താദ് ജീവിച്ചിരിപ്പുള്ള ആളാണ്, വിശ്വാസം ഉണ്ടോ ഇല്ലെന്ന് മൂപ്പരാ പറയണ്ടേ. മൂപ്പര് പറയും നിങ്ങൾ കേട്ടോളി, അത് കേട്ടിട്ട് ഉണ്ട് എന്നല്ല എന്നാ തിരികെ നോക്കാം. തങ്ങളുടെ ഒരു മുടി ബഹുമാനപ്പെട്ട ഉസ്താദിന് ലഭിക്കുകയും അതതിന്റെ എല്ലാ ആദരവോടെയും മർക്കസ് സഖാഫത്ത് സുന്നിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ കിട്ടിയ ഉടനെ ആദ്യത്തെ റബീഉൽ അവ്വലിൽ ആദ്യത്തെ തിങ്കളാഴ്ച ആ മുടിയുടെ പ്രദർശനം നടന്നപ്പോൾ അന്ന് അതിൽ പങ്കെടുക്കുകയും ആ മുടി കാണുകയും പോരാ അതിന്റെ ആ വെച്ച പെട്ടിയൊന്ന് തൊട്ടുമുത്തുകയും ശേഷം ആ മുടി മുക്കിയ വെള്ളം കൊണ്ടുപോവുകയും ചെയ്ത ആളാണ് ഞാൻ. എന്റെ വന്യരായ ഉമ്മ അന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയുടെ ആ അസുഖത്തിൽ ആ വെള്ളമായിരുന്നു കൊടുത്തത്. സംസമും ഈ വെള്ളവും സമ്മിശ്രമായി മരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കൈകൊണ്ട് ഉമ്മാക്ക് മുക്കിക്കൊടുത്തത്, വായിൽ ടീസ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്തത് ഞാൻ ഓർക്കുന്നു. അപ്പൊ ആ മുടിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്നവരാണ് ഇവിടെ സമസ്തയുടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. അല്ലാഹു അവിടത്തേക്ക് ഇനിയും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ മഹാനായ തങ്ങളും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട വന്നേരായ ഉസ്താദും ഇവിടെ നേരത്തെ പ്രസംഗിച്ച സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ സാദാത്യങ്ങൾ അവരെല്ലാം നിലകൊള്ളുന്ന ഒരു വലിയ പണ്ഡിത സഭ, അതുപോലത്തെ ഒരു സഭ ഇവിടെ ഒരാൾക്കും കാണിക്കാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, പൊന്മള ഉസ്താദിന് ഇതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടാ നമ്മളെ ഇവരെ പുതിയ അവതാരം ഉണ്ടല്ലോ, അല്ലെ പുതിയ മുഷാറംബ്രൈറ്റ് കിട്ടിയാല് അയാള് രംഗപ്രവേശനം ചെയ്തത്. ഇപ്പൊ എന്താ ഉണ്ടായത്? പൊന്മള ഉസ്താദ് പറയാണ് എനിക്കിതിൽ വിശ്വാസമാണ്, മറ്റാളോ ഇതാണ് നിഫാക്ക് കൽബിൽ വെച്ച് നടക്കുന്ന നിങ്ങളെ പണി. പൊന്മള ഉസ്താദ് പറയാണ് എനിക്കിതിൽ വിശ്വാസമാണ്. അപ്പോ പൊന്മള ഉസ്താദിന് വിശ്വാസമില്ല എന്ന് പറഞ്ഞത് പാളിപ്പോയല്ലോ. അപ്പൊ ഞാൻ അടുത്ത കുത്തിത്തിരിപ്പ് എന്താ ചെയ്തത് നിങ്ങള്? പൊന്മള ഉസ്താദ് എന്തേ പറഞ്ഞത്? സംസമായിട്ട് കലർത്തല്ലേ ചെയ്തത്. അപ്പൊ അതിൽ മൂപ്പർക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ. നോക്കണം നിങ്ങള്, ഇവരെ കുത്തിത്തിരിപ്പിന്റെ കോലങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ റസൂലേ സംസം വെള്ളത്തിക്ക് തുപ്പിയ സംഭവം കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം നബിക്ക് സംസം വെള്ളത്തിൽ അത്ര വിശ്വാസമില്ല എന്ന് ഇവര് പറയോ? എങ്ങായിമാരെ അതിന് കുറച്ച് ബറക്കത്ത് കൂടുന്നല്ലേ ഉള്ളൂ. അതിന്റെ അർത്ഥം പൊന്മളസ്ഥാൻ അതിൽ വിശ്വാസമില്ല, പൊന്മളസ്ഥാൻ ഇനി അതിൽ വിശ്വാസമില്ല എന്നുള്ളതിന് ഇവര് തെളിവിടിക്കണം എന്നറിയോ? ഇതിന്റെയൊക്കെ അന്ത ആലോചിച്ച് നോക്കാണ്. എന്നിട്ട് ഇതിനൊക്കെ എത്ര മറുപടി പറഞ്ഞു നടക്കണ്ട്. എന്താ പറയണത്? എന്താ പറഞ്ഞത്? നമ്മളെ കുട്ടി പറയാ, ഇവിടെ വന്നത് ആ കുട്ടി എന്നാ കേട്ടത്. ആ കുട്ടി പറയണെന്നറിയോ? രണ്ടും കൂടി കലർത്തിയില്ലേന്ന് കുട്ടി പറയണ കേട്ടോ നിങ്ങള്. ഇടയ്ക്ക് നമ്മളെ പന്ന അബ്ദുൽ ഖാദർ മുസ്ലിയാര് പൂനൂരിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചു. എന്താ ഈ സീഡിലുള്ള കാര്യമാണ്, ഞാൻ ഉമ്മാക്ക് വെള്ളം കൊടുത്തു. മൂപ്പർ ഉമ്മാക്ക് വെള്ളം കൊടുത്തു. ഏത് വെള്ളം? ഏത് വെള്ളം? നമ്മുടെ മർക്കസിൽ നിന്ന് നമ്മളെ മർക്കസ് അദ്ദേഹം അതിന് സംസം വെള്ളവും അതും സമ്മിശ്രമായി കൂട്ടിക്കലർത്തിയതിനു ശേഷം മരിക്കാൻ കിടക്കുന്ന ഉമ്മാന്റെ വായിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. എന്താ കുട്ടികളെ അർത്ഥം? എന്താ കുട്ടികളെ അർത്ഥം? വല്യപ്പ അതിന്റെ അർത്ഥം എന്താ അറിയോ? അല്ല വല്യപ്പ, അതിന്റെ അർത്ഥം എന്താ അറിയോ? എന്താ കുട്ടി എത്ര കഥല്ലാത്ത വർത്താനം ചോദിക്കണേ? എന്തിനാ ഈ കുട്ടിനെ കൊണ്ടിറക്കണേ? പൊന്നാര കുട്ടിയെ ഹദീസിലുള്ള കാര്യല്ലേ, അള്ളാന്റെ റസൂല് സംസം വെള്ളത്തേക്ക് തുപ്പിയ സംഭവമൊക്കെ. അതിനർത്ഥം അതിന് വിശ്വാസമല്ല എന്നല്ല വരിക, അതിന് കുറച്ച് പറക്കത്ത് കൂടുന്നു മാത്രം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാൾ അടുത്ത കുത്തിത്തിരിപ്പ് പിടിച്ചത് എങ്ങനെ അറിയോ? അടുത്ത കുത്തിത്തിരിപ്പ് പിടിച്ചത് ഇത് കലക്കിയിട്ട് ആർക്ക് കൊടുത്തു എന്നാ പറഞ്ഞത്?
ഉമ്മാക്ക് കൊടുത്തു എന്നല്ലേ പറഞ്ഞു, മൂപ്പര് കുടിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ. നോക്കണവരെ കുത്തിത്തിരിപ്പിന്റെ കോലം. അപ്പൊ എന്താ, ഞമ്മളൊക്കെ ഞമ്മളെ വാപ്പാക്കും ഉമ്മാക്കുവേ ലേശം വെള്ളോ എന്തെങ്കിലും സാധനം തിന്നാനും കുടിക്കാനും കൊടുക്കുകയാണെങ്കിൽ, അല്ല സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ, ഞമ്മക്ക് തിന്നാനും കുടിക്കാനും പറ്റുന്ന സാധനമല്ലേ നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുള്ളൂ. പക്ഷെ ഇതിച്ചുള്ള ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം എന്തിനേ നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യം? ഇതപ്പോ കോലങ്ങളെ വാപ്പാനോടും ഉമ്മാനോടും നിങ്ങളെ നിലപാടില്ലേ? എന്നിട്ട് പിടിക്കാണ് പൊന്മസ്ഥാനം വിശ്വാസമില്ല എന്നുള്ളത്. അടുത്തത് വരുത്താനുള്ള രീതി എന്താ? മൂപ്പര് ഉമ്മാനല്ലേ കുടിപ്പിച്ചിട്ടുള്ളൂ, മൂപ്പര് കുടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി ആർക്കപ്പുള്ളത്? കേട്ടോളി. കുട്ടി പറയട്ടെ, കുട്ടി വരട്ടെ, പറയൂ കുട്ടി. എന്താണ് അദ്ദേഹം പറഞ്ഞു? നിങ്ങൾ കേട്ടല്ലോ, ഉമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാൻ ആ വെള്ളം സംസം വെള്ളത്തിൽ സമ്മിശ്രമായി കൂട്ടിക്കലർത്തി ഉമ്മാക്കി കൊടുത്തു. അയാൾ കുറിച്ച് പറഞ്ഞോ? ആ തേരുമ്പോൾ പറഞ്ഞോ? വലിയ ആനത്തലയുള്ള ചോദ്യത്തിനപ്പൊ നമ്മൾ മറുപടി ആയിട്ട് അടക്കണ്ടേ? ആനത്തലയോടുള്ള ചോദ്യമാണ് ഇപ്പോൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഹസദുകൾ ആലോചിച്ച് നോക്കി, ഇവരെ അന്തക്കേടുകൾ ആലോചിച്ച് നോക്കി, ഇവരുടെ ആശയങ്ങളും ആദർശങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കി. ഈ ഹസദ് ആയിട്ട് നടക്കുന്ന പണി മാത്രമേ. ഇനി ഇവർക്ക് നുണ പറയാൻ ഒരുപ്പില്ല എന്നുള്ളതിന് അനവധി സംഭവങ്ങൾ ഇവിടെ എനിക്ക് കാണിക്കാൻ കഴിയും. ഞാൻ ഈ വൈകിയ വേളയിൽ ഒന്നും കാണിക്കുന്നില്ല. ഇനി ഒറ്റ വിഷയം കൂടി. ഇവര് പറഞ്ഞൊപ്പിച്ച നുണകളൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? പല സംഭവം നമ്മൾ പല സ്ഥലത്ത് കാണിച്ചതാണ്. 14 ദിവസം കൊണ്ട് മർക്കസിന് സനത് കൊടുത്തു എന്ന് പറഞ്ഞ പച്ച നുണ തെളിഞ്ഞു. ഇപ്പൊ ആ വിഷയം മുണ്ടലില്ല, നിർത്തി. രാജഗോപാലിന് 1 കോടി കൊടുത്തു എന്ന് പറഞ്ഞു രാജഗോപാൽ മർക്കസ് സന്ദർശിച്ചപ്പോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അന്ന് വരെ പറഞ്ഞാരോ, ഉള്ളിച്ചാക്കിലാണ് ആ 1 കോടി കൊടുത്തു എന്ന് വരെ പറഞ്ഞു. ആ 654 ഇട്ട് കൊടുക്കണ്ടോ? ഉള്ളിച്ചാക്കിലാണ് കോടി കൊടുത്തതെന്ന് പറഞ്ഞു. ഉള്ളിച്ചാക്കിലല്ലേ ഇപ്പൊ ഈ കോടി കൊടുക്കല്? എന്താ പറയുന്നത്? എന്നിട്ട് 10-12 വർഷത്തിന് ശേഷം അന്ന് മർക്കസ് രാജഗോപാൽ സന്ദർശിക്കുമ്പോൾ അയാളെ കൂടെ കോഴിക്കോട് ജില്ല BJPന്റെ പ്രസിഡന്റ് ശ്രീധരൻപിള്ള ഉണ്ട്. അയാളാണ് പറയുന്നത് 12-10-15 വർഷത്തിന് ശേഷം അന്ന് എന്താ അവിടുന്ന് കിട്ടിയെന്നുള്ളത്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, കട്ടൻ ചായ, കുറച്ച് എത്തിൻകുട്ടികളെയും കാണിച്ചു. ഇതല്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. അയാൾ വെളിപ്പെടുത്തുന്ന കേട്ടോളി. ഇതിറ്റുള്ള നോണന്റെ കോല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അടുപ്പം ചിന്തിച്ചതുകൊണ്ട് ഞാൻ അദ്ദേഹവുമായി അടുപ്പമായി. ആ അടുപ്പത്തില് ഞാൻ പ്രതിക്കൂട്ടിലായ ഒരാളാണ്. ഞാൻ പ്രതിക്കൂട്ട് അദ്ദേഹം ചെയ്ത കുറ്റം കൊണ്ടല്ല, പല സുഹൃത്തുക്കളും എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷെ എനിക്ക് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. ഈ മാർച്ച് 1-ാം തീയതിക്ക് ശേഷം ഷാനവാസിന്റെ പറയും ചിരിക്കുന്നുണ്ടാവും. ഈ മാസം 1-ാം തീയതിക്ക് ശേഷം, ഫെബ്രുവരി മാസം 1-ാം തീയതിക്ക് ശേഷം എനിക്കൊരു സന്തോഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഒരു 12 കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു വലിയ തെറ്റ് തിരുത്തപ്പെട്ടു എന്നുള്ളതാണ്. കാന്തപുരം അദ്ദേഹം ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് മധ്യപ്രദേശിൽ ജയിച്ചു കിട്ടിയ ഒരു MP, മലയാളിയായ MP കണ്ടു. സ്വാഭാവികമായിട്ട് അദ്ദേഹം എല്ലാ നേതാക്കന്മാരെയും അദ്ദേഹത്തിന്റെ കേന്ദ്രം സന്ദർശിക്കാൻ ക്ഷണിക്കും. അവിടെ ക്ഷണിച്ചു. പെട്ടെന്ന് ഞാൻ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തോട് വെച്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ പോലെ പണ്ഡിതം വിളിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല തെറ്റിദ്ധാരണകൾ നീക്കണം, രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാൻ സാധിക്കണം. അതുകൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഞാനും ആ MP-യും പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി കാന്തപുരത്തിന്റെ അടുത്ത് പോയി, ആ സ്ഥാപനത്തിൽ പോയി. ഞങ്ങൾക്ക് അദ്ദേഹം അന്ന് തന്നത് കേട്ടോളി, ഓരോ ഗ്ലാസ് ചായ, അത് കിട്ടും എല്ലാവർക്കും. പിന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, എന്തോ ഒരു കാര്യം കൊണ്ട് എത്തിയും കുറെ കുട്ടികളെയും കാണിച്ചു. തിരിച്ചു വന്ന പിറ്റേ ദിവസം ഒരു മഹാനായ പണ്ഡിതന്, അതായത് പേര് പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയില്ല, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, നാട്ടിക മുസ്ലിയാർ, അത് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇതാ ഫാസിസ്റ്റുകളെ കാന്തപുരം സ്വീകരിച്ചിരിക്കുന്നു, അവർക്ക് എത്തിനിങ്ങളുടെ പണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ പണം വാങ്ങിയ ആളുകളായി. അത് പിന്നെ കോടി വരെ എത്തി. ഞാൻ അദ്ദേഹത്തെ ഞാൻ ഇതുവരെ പല പരിപാടിക്കും നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ സ്വീകരണ പരിപാടി ആയതുകൊണ്ട് എപ്പോഴെങ്കിലും പറയണ്ടേ, 10-15 കൊല്ലം കഴിഞ്ഞല്ലോ. ഇതല്ലാതെ അദ്ദേഹമായിട്ട് അദ്ദേഹം ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. കേട്ടല്ലോ, രാഷ്ട്രീയ രംഗത്ത് സംശുദ്ധമായ നിലക്ക് പോകുന്നു. അയാൾ പറയണ അന്ന് കിട്ടിയത് എന്താണെന്ന് അയാൾ കൃത്യമായി പറഞ്ഞു. ഇപ്പൊ ആരോപണത്തിന് പ്രസക്തിയില്ല, ഇപ്പൊ അത് കേൾക്കലില്ല. പറ്റിയിരുന്ന ഒരു കേരളത്തിൽ ഒരു മുടി വിശദീകരണം മാതിരി കോടി വിശദീകരണം. അന്നെന്താ കോടി? രാജഗോപാലിന് 1 കോടി കൊടുത്തു. എത്ര സ്ഥലത്ത് ഇവര് പ്രസംഗിച്ചു. പച്ച നുണല്ലേ ഇവര് പറഞ്ഞത്? പച്ചക്ക് നിങ്ങളെങ്ങനെ ഈ സമുദായം വിശ്വസിക്കാം? നിങ്ങൾ വായ പൊളിച്ചാൽ നുണയെ പറയുന്നു. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് അവറുകൾ മൗലിയമാർക്ക് ബലി നില ഉണ്ടാക്കി കൊടുത്ത ആളാന്ന് പറയുന്ന ആരാരും? മുസ്ലിം ലീഗിന്റെ നേതാവ്
നിങ്ങളൊരു മൊയ്ലിയരെ കുറിച്ച് അയാൾക്ക് പറയാൻ തോന്നിയില്ലല്ലോ. അത് പറഞ്ഞത് AP ഉസ്താദിനെ കുറിച്ചാ. കേട്ടോളിങ്ങള്. എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ തലീക്കെട്ട് കെട്ടിയ, ഈ താടി വെച്ച ഈ മൂല്യന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു. ആരും നോക്കൂല, തിരിഞ്ഞു നോക്കൂല. മൂല്യര് പോട്ടെ. ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ, സമുദായത്തിൽ, രാജ്യത്തിൽ, ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും മൂല്യന്മാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തത് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ BP കൂടും. ഇന്ന് നിങ്ങൾക്ക് ആക്കണോ? ഇവിടെ ബഹുമാനപ്പെട്ട AP ഉസ്താദെ കല്ലാങ്കുഴിയിൽ വന്നു. അപ്പൊ മണ്ണാർക്കാട് ഒരാൾ പ്രസംഗിക്കാണ്. കല്ലാങ്കുഴിയിൽ ഉസ്താദ് വന്നു. ആ അനാഥരായ മക്കളുടെ അടുത്ത് വെച്ചുകൊണ്ട് അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ശരിയാ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അവിടുത്തെ SI CN ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇവര് പറഞ്ഞെന്നറിയോ, കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനന്റെ ഫലല്ലേ അത്. ഏത് AP ഉസ്താദ് CN SI മാന്യമായിട്ട് ചെന്നിട്ട് സ്റ്റേഷനിൽ കയറി സംസാരിച്ചത് കണ്ണിയത്ത് ഉസ്താദിന്റെ കുരുത്തക്കേടായിട്ട്. എന്റെ ചെങ്ങൈമാരെ AP ഉസ്താദ് ഇസ്സത്തിലാ പോയിട്ട് വർത്താനം പറഞ്ഞത്. ബെറ്റവരെ മൂല്യരാ മതിലുമ കയറിക്കണ ഫോട്ടോ. അതാ ഇതേപോലല്ലേ ഞങ്ങൾ ഉസ്താദ് പോയത്. ഉഷാറായിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞ ഒറ്റ പ്രതിനി രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടാക്കരുതെന്നാ പറഞ്ഞത്. നിങ്ങൾ നോക്കി, ഞങ്ങളെ പിന്നാലെ യാത്രയേറ്റ് വന്ന ഒരാളാണത്. AP ഉസ്താദ് കേരള യാത്ര നടത്തിയപ്പോഴേ മൂപ്പരൊരു യാത്രയേറ്റ് നടത്തിയതാ. യാത്ര വളാഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ എത്തിയപ്പോ അതാ നിൽക്കുന്ന താരം. ഏതാ മുതല്? നിങ്ങൾ ആലോചിച്ച് നോക്കി. മാനവികതയെ ഉണർത്തുന്നു എന്ന് പറഞ്ഞ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് ഒരു യാത്ര നടത്തിയത് നിങ്ങളെ സമസ്ത വിശദീകരിക്കാൻ പോയതല്ലല്ലോ ഞങ്ങളാരും. ഈ നാട്ടിൽ അനിവാര്യമായ മാനുഷിക വിഷയങ്ങളിൽ അതിന്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നത്. നിങ്ങളത് അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്തുകൂടിയത്. ഇവരതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്തുകൂടി. അങ്ങനെ എന്ത് ചെയ്തറിയോ, വളാഞ്ചേരിയിലെത്തി. വളാഞ്ചേരിയിലെത്തിയിട്ട് നോ പാർക്കിംഗ് എന്ന് എഴുതിയെടുത്ത് ഇവരുകൊണ്ടിട്ട് വണ്ടി ഇട്ടു. അപ്പൊ പോലീസുകാരെന്ത് പറഞ്ഞു, ഇവിടെ വണ്ടി ഇടരുതാണ്. ഇവർക്ക് എല്ലാരോടും തട്ടിക്കയറി വർത്താനല്ലേ ഉള്ളൂ. പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ എടുത്തു പറഞ്ഞു. ഞങ്ങൾ എടുത്ത് പോയി അവിടുന്നാണ്. പോയി വന്നു നോക്കുന്ന സമയത്ത് വണ്ടിയിൽ കാറ്റില്ല. പോലീസുകാർ വണ്ടിയിലെ കാറ്റ് വെച്ചിട്ട് ഇവരെങ്ങനെ പോകാൻ നോക്കാനായിരിച്ചത്. പിന്നെ വന്ന് നോക്കുമ്പോ അല്ലെങ്കിൽ തന്നെ കാറ്റില്ലാത്തൊരു യാത്ര. ഇവിടെ എത്തിയപ്പോ ഉള്ള കാറ്റും പോയി. അങ്ങനെ എന്ത് ചെയ്തു, നേതാവിനോട് പരാതി. അപ്പൊ നേതാവ് പറഞ്ഞു വരി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്തിന്? നേരെ സ്റ്റേഷന്റെ മതിൽമണ് കയറിയിട്ട് വിളിച്ചു പറയാണ് ഞങ്ങളെ വണ്ടിയിലെ കാറ്റ് തിരിച്ചെണ്ണം, വണ്ടിയിലെ കാറ്റ് തിരിച്ചെണ്ണം, വണ്ടിയിലെ ഉളുപ്പ് എന്ന സാധനം തുടങ്ങൾക്കൊക്കെ. എന്നിട്ട് AP ഉസ്താദ് അന്തസ്സില് സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയിട്ട് CIനോട് SIനോട് സംസാരിച്ചത് കണ്ണിയത്ത് ഉസ്താദിന്റെ കുരുത്തക്കണായിട്ട് അവതരിപ്പിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നാൽ മഹാനായ കാന്തപുരം ഉസ്താദ് ഇവരെ ഈ നേതാവിന് ഈ അധോഗതി ഉണ്ടായപ്പോ ഇവരെ യാത്ര നയിച്ച മൊയ്ലിയർക്ക് സ്റ്റേഷന്റെ മതിൽമ കയറുന്ന സമയത്ത് അന്ന് തന്നെ കേരളത്തിന്റെ ബഹുമാന്യരായ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ AP ഉസ്താദിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങ് കേരളത്തിന്റെ പിതാവാണ് എന്നായിരുന്നു. അറിയാം നിങ്ങൾ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്? നിങ്ങൾ കേട്ടോളി. പോലീസ് മന്ത്രി കാന്തപുരത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അഗതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാന്തപുരം കേരളത്തിന്റെ പിതാവായി ഞാൻ കാണുകയാണ്. അതൊന്നും വെറുതെ കിട്ടുന്ന വർത്താനല്ല. ഈ കുത്തിത്തിരിപ്പായിട്ട് ഇങ്ങനെ നടന്നിട്ട് നിങ്ങൾക്ക് എത്താ പണി? നിങ്ങൾ ഈ സമുദായത്തിന് എന്തെങ്കിലും ചെയ്ത് വെറുതെ കേരളത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞതല്ല. ഇവിടെയുള്ള അനാഥകളുടെ സംരക്ഷകനാണ്, അഗതികൾക്ക് അത്താണിയാണ്, പാവങ്ങളുടെ കൂട്ടുകാരനാണ്. വേണ്ട സ്ഥലങ്ങളിലൊക്കെ എത്തി ഇല്ലേ? നോക്കൂ നിങ്ങള്, സൗദി അറേബ്യയിൽ നിത്താക്കാത്തിന്റെ പ്രശ്നം വന്നപ്പോ ഓന്റെ മൊയ്ലിയന്മാരെ, നിങ്ങളെ മൊയ്ലിയക്കന്മാരൊക്കെ എവിടെയായിരുന്നു? നിങ്ങൾക്ക് അജ്ജിന് സ്ഥാനല്ലെങ്കിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കുമ്പോ അല്ലേ ഉസാറങ്ങള്? വഖഫ് ബോർഡിൽ സീറ്റിട്ടില്ലോ ഒച്ചപ്പാടുണ്ടാക്കാൻ അല്ലേ ഉസാറാ? നിത്താക്കാത്തിന്റെ ഒരു വിഷയം എന്ന ഒരൊറ്റ മൊയ്ലിയരെ കണ്ട കാണിയ സ്ക്രീനിക്ക് എസ്കക്കാരെ ഫൈസൽ രാജാവിന്റെ ഒക്കെ കൂടെ സൗദി ഭരണാധിപന്മാരെ കൂടെ പോയി അവിടെ കൊട്ടാരത്തിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്ത വിഷയം എന്താണെന്നറിയോ? മർക്കസിന്റെ വിഷയം ചർച്ച ചെയ്യാനല്ല പണ്ട് പോയത്. സൗദിയിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികളുടെ വിഷമം അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇന്ത്യയിൽ നിന്നൊരു മതപണ്ഡിതൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകളായിരുന്നു. നിങ്ങൾ അപ്പോഴും മുടി എന്ന് മുടിഞ്ഞ് നടക്കായിരുന്നു ഇവിടെ. അറിയാം, നിങ്ങൾ പോകാൻ നന്നായി. ഈ പോയിന്ന് വെക്കുക. അഥവാ ഒരു കൊട്ടാരത്തിൽ കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ എന്തേലും വിഷയം പറഞ്ഞാൽ മറ്റാളെ പോയതെങ്കിൽ എന്താ പറയാ, ഞാൻ പറഞ്ഞാണ് കേക്ക് പറഞ്ഞ കേൾക്കലം കെട്ടെന്ന് പറഞ്ഞ് പോയ സ്കൂളിനോട് തിരിച്ചു പോരേണ്ടി വരും. ഉണ്ടാവില്ല. എന്നാ നോക്കി നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ആ 53 നിട്ടൊടുക്ക്. വാർത്തകൾ വന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ നിർത്തുകയാണ്. സ്വദേശിവൽക്കരണ പദ്ധതികളുമായും ഹുറൂബ് കേസുമായും ബന്ധപ്പെട്ട ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് മക്ക പ്രവിശ്യ ഗവർണർ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരൻ പറഞ്ഞു. ജിദ്ദയിലെ കൊട്ടാരത്തിൽ വെച്ച് സുന്നി നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി നടത്തിയ ചർച്ചയിലാണ് രാജകുമാരൻ ഇക്കാര്യം പറഞ്ഞത്. സ്പോൺസറിൽ നിന്നും ഒളിച്ചോടിയതായി ആരോപിക്കപ്പെടുന്ന ഹുറൂബ് കേസിൽപ്പെട്ട ഇന്ത്യക്കാർക്ക് ശിക്ഷ കൂടാതെ നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരമൊരുക്കണമെന്ന് മക്ക ഗവർണർ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരനോട് കാന്തപുരം അഭ്യർത്ഥിച്ചു. ഹുറൂബിൽപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് ആവശ്യമെങ്കിൽ വീണ്ടും സൗദിയിലേക്ക് വരാനുള്ള തടസ്സം ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതു സംബന്ധമായ നിവേദനം കാന്തപുരം ഖാലിദ് അൽ ഫൈസൽ രാജകുമാരന് കൈമാറി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുത്താണ് പുതിയ സ്വദേശിവൽക്കരണ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും ഖാലിദ് അൽ ഫൈസൽ പറഞ്ഞു. ജിദ്ദയിലെ കൊട്ടാരത്തിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടുനിന്നു. നിയമവിധേയമായി ജോലിയെടുക്കുന്നവർക്ക് സൗദിയിൽ പ്രശ്നങ്ങളില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം പറഞ്ഞു. സ്വദേശികൾ മാത്രമേ ജോലി ചെയ്യാവൂ എന്നൊരു നിയമം ഒരു ഗൾഫ് നാട്ടിലും എവിടെയും കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് നിയമവിരുദ്ധമായി കടന്നുകൂടിയവരും പ്രവർത്തിക്കുന്നവരും അത് അനുവദിക്കുകയില്ലെന്നും നിയമവിധേയമാക്കണമെന്നും ആണ് ഗവൺമെന്റുകൾ പറയുന്നത്. ഹിതാക്കാത്ത് പ്രശ്നങ്ങളുടെ പേരിൽ നാട്ടിലേക്ക് മടങ്ങുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് നോളജ് സിറ്റി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ജോലിക്ക് മുൻഗണന നൽകുമെന്നും കാന്തപുരം പറഞ്ഞു. അബ്ദുൽ ഹക്കീം അശേരി, ഗാമോൺ ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് റഫീഖി തുടങ്ങിയവരും രാജകുമാരനുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. ഇതാണ് സഹോദരങ്ങളെ ഞങ്ങളെ ഉസ്താദ് പറഞ്ഞാല്. നിങ്ങൾക്ക് അസൂയ ഉണ്ടാവും. കുറഞ്ഞ അസൂയൊന്നല്ലേ, വെറുതെ നല്ല സ്ഥാനമാനം കിട്ടിയ 203 നിട്ടൊടുക്ക്. പശ്ചിമ ബംഗാളിൽ നോക്കൂ നിങ്ങൾ. പശ്ചിമ ബംഗാളിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ സഹോദരങ്ങളെ? ആ പശ്ചിമ ബംഗാളിൽ ഇവര് മുടി എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഇതല്ലാത്ത വേറെ വല്ല വർത്താനുണ്ടോ ചെങ്ങൈമാരെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സങ്കടത്തോടെ ഇത് പറയേണ്ടി വരുന്നത്. ഈ മൊയ്ലിയമാർക്ക് ഇതല്ലാത്തൊരു വേറെ പണിയുണ്ട്, ഇവരെ സംഘടനക്ക് ഇതല്ലാത്തൊരു പണിയുണ്ടോ? എന്നാൽ പശ്ചിമ ബംഗാളിലെ മുസ്ലിമീങ്ങളുടെ ദയനീയമായൊരവസ്ഥ ആദ്യം നിങ്ങൾ കാണും. അതിനുശേഷം ആ പശ്ചിമ ബംഗാളിൽ AP ഉസ്താദ് ചെയ്ത സേവനവും ഞാൻ കാണിക്കാൻ ഇൻഷാ അല്ലാഹ്. പുലർക്കാറ്റിന്റെ ഗന്ധത്തിന് ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും മണമായിരുന്നു. ചെളിപുടഞ്ഞു കിടക്കുന്ന ഭൂമിക്ക് മുകളിൽ വൈക്കോലും പുല്ലും മുളയും ഉപയോഗിച്ച് തട്ടിയൊപ്പിച്ച കൊച്ചുകൂരകൾ. ദാരിദ്ര്യത്തിന്റെ അവശചിഹ്നങ്ങൾ ശരീരത്തിൽ കൊത്തിവെച്ചതുപോലെ എല്ലുകൾ പുറത്തേക്കൊണ്ടു നിൽക്കുന്ന കുട്ടികൾ. വികസനം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു ഗ്രാമം. On a clear and moonlit night in the dark cave of Hira, a man began to cry, oh, show me the light. സിമന്റും പെയിന്റും സ്പർശിച്ച കെട്ടിടങ്ങൾ അപൂർവം. Where will I go after I die? What's the purpose of this life? Where people murder and lie, how can I stop? ഇതാണ് പഞ്ചനന്ദപൂർ ഗ്രാമം. ബംഗാളിലെ മാൽഡ നഗരത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് പഞ്ചനന്ദപൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ദാരിദ്ര്യ മരണങ്ങൾ ബംഗാളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്ന്. 10,000-ലധികമാണ് ഇവിടുത്തെ ജനസംഖ്യ. സഹോദരങ്ങളെ, പശ്ചിമ ബംഗാളിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ അറിഞ്ഞാലും കേട്ടാലൊക്കെ കരഞ്ഞു പോകും. ഇവരിവിടെ ഇങ്ങനെ നടന്നിട്ട് ഈ മൊയ്ലിയേക്കന്മാർക്ക് പണിയെന്താ? AP ഉസ്താദിനെ കുറ്റം പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര വേദനന്റെ ഈ കാര്യം. ഇവർ ഒരു സാമൂഹിക സേവനം എത്തിച്ച ചെയ്യുന്നില്ല. ഈ സമൂഹത്തിൽ ദുൽമുണ്ടാക്കണ പണിയില്ലാതെ നിങ്ങൾ എന്താ ചെയ്യല്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പശ്ചിമ ബംഗാളിൽ അതിന്റെ പല ഭാഗങ്ങളിലെയും നേർക്കാഴ്ച കണ്ടല്ല കരഞ്ഞു പോകും നമ്മൾ. അവിടുത്തെ മനുഷ്യരുടെ കോലങ്ങൾ നിങ്ങൾ കണ്ടല്ലോ സഹോദരങ്ങളെ. ആവശ്യമായ മരുന്നില്ലാതെ, ഭക്ഷണം കിട്ടാതെ, വിദ്യാഭ്യാസമില്ലാതെ എല്ലാം കൊണ്ടും വിഷമിക്കുന്ന പശ്ചിമ ബംഗാളിൽ എന്താണ് ഈ പ്രസ്ഥാനം ചെയ്തത്? ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടെ എന്തൊക്കെയാ ചെയ്തത്?
ചെറിയ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. സഹോദരങ്ങളെ, ഇവരെ AP സാറിന്റെ പച്ചർച്ചയിൽ നിന്ന് നടക്കുന്ന സമയത്ത് ഉസ്താദ് അതൊക്കെ അവഗണിച്ചിട്ട് ഉസ്താദ് ചെയ്യുന്ന സേവനങ്ങളാണ്. ഇവർക്ക് എന്താ പറഞ്ഞുകൂടാത്ത? പറഞ്ഞപ്പോ വരെ മൗലിയക്കന്മാര് പ്രസംഗിക്കുന്നത് AP ഉസ്താദ് സുബഹിസ്കരിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഒന്നും പറയൂ, എന്തായിരിക്കും ഇവരിങ്ങനെ? എന്ത് പറ്റി? എന്നാ ഉസ്താദ് കണ്ടില്ലേ? എന്നാ ഇവരെ സെക്രട്ടറി 28 തൊഴിലുണ്ടാവും. മൂപ്പര് ഇപ്പോൾ എത്തും പിടിയും കിട്ടാതെ കിടന്ന് വയലാന്ന് പറയുന്നത്. ഒരു പ്രസംഗത്തിന്റെ സ്റ്റേജ്, ഞാനിവിടെ എന്താ പ്രസംഗിക്കേണ്ടെന്ന് അറിയാതെ ഞാൻ കിടന്ന് വയലാണ്. മൂപ്പര് വയലുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ നിൽക്കണം, ഉണ്ടായിരുന്നാ പോരെയുന്നു. ഇതിന് നമ്മളെ ഉസ്താദുമാരോട് നമ്മളെ നേതൃത്വത്തോട് ഇവരെ അസത് വെച്ചിട്ട് എന്താ കാര്യം? ഒരു ധീരമായ പക്വതയുള്ള നേതൃത്വം അവർക്കില്ലാത്തതാണ് അവരണികൾ ഇന്ന് ചെയ്തു കൂട്ടുന്ന എല്ലാ തോന്നിയാസങ്ങളുടെയും കാരണം. നിയന്ത്രിക്കാൻ പക്വതയുള്ളൊരു നേതൃത്വമില്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്കുള്ളതും ധീരമായ ഒരു നേതൃത്വമാണ്. നേതൃത്വം എന്തു പറഞ്ഞാൽ അതാണ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ നേതൃത്വത്തിന്റെ അനുമതി കിട്ടിയ ശേഷവും അതില്ലാതെ വെക്കാൻ പോയില്ല. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. നേതൃത്വം ഒരു വരച്ച വരയിൽ നിൽക്കുന്നവരാണ് ഈ പ്രസ്ഥാനം. ഇവർക്ക് അങ്ങനെ ഒരു നേതൃത്വമില്ല, നേതൃത്വത്തെ അംഗീകരിക്കുന്ന അണികളുമില്ല. ഇവരെ മൊയ്ലിയാരെ വാർഷിക പ്രസംഗങ്ങൾ കേട്ടോളി. ാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഏത് വിഷയത്തിലാണ് മുഖ്യപ്രഭാഷണം നടത്തേണ്ടത് എന്നതിൽ തന്നെ എനിക്കൊരു എത്തും പിടിയുമില്ല. ദാറുൽഹുദയെ പറ്റി വെണ്ണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. സിൽവർ ജൂബിലിയെ പറ്റിയും ഇതിന്റെ സഹസ്ഥാപനങ്ങളെ പറ്റിയും എല്ലാം നിങ്ങൾ ധാരാളമായി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. പിന്നെ ഓരോ പ്രാസംഗികന്മാർക്കും ഇവിടെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബദലീശിഹാബ് തങ്ങളെ അവറുകൾക്ക് 10 മിനിറ്റും എനിക്ക് 20 മിനിറ്റുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ എന്ത് മുഖ്യമായ വിഷയമാണ് പറയേണ്ടത് എന്നെനിക്കൊരു പിടുത്തം കിട്ടാതെ ഞാൻ വയലുകയാണ്. എന്നാലും ഇന്നിവിടെ ഒരു മുഖ്യ വിഷയമായി നടക്കുന്നത് ഒരു പള്ളിയും ഒരു മുടിയുമാണ്. ഇതാണ് ഇവരെ മുഖ്യ വിഷയമെങ്കിൽ സഹോദരങ്ങളെ, ഞങ്ങളുടെ നേതാവിന്റെ മുഖ്യ വിഷയം ഒരു മുടിയോ ഒരു പള്ളിയോ അല്ല. മുസാഫർ നഗറിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ കാര്യമാ ഞങ്ങളുടെ നേതാവ് ശ്രദ്ധിച്ചത്. ആസാമിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ കാര്യമാ ശ്രദ്ധിച്ചത്. ഗുജറാത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ കാര്യമാ ശ്രദ്ധിച്ചത്. അങ്ങനെ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി, മർദ്ദിത വിഭാഗത്തിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞങ്ങളെ നേതാവിന് ശ്രദ്ധ. ഇവരെ നേതാവ് കിടന്നിങ്ങനെ പോയില്ല. നിങ്ങൾ എന്നാട് നടന്നോളി, അല്ലാതെ എന്താ പതിച്ച് ഇതിനൊക്കെ പാടെ AP ഉസ്താദിനോട് അസത് വെച്ചിട്ട് എന്താ കാര്യം? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ കണ്ടോണ്ട് 30 തൊട്ട് കണ്ടോ? നിങ്ങൾ ആലോചിച്ചു, ഇവരെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ തന്നെ ഈ പ്രവർത്തനമൊക്കെ കണ്ടതിന് ശേഷം മർക്കസിൽ വന്നിട്ട് MSFന്റെ നേതാവ് PK ഫിറോസ് പ്രസംഗിക്കണമെന്നറിയാം. ഇതിനെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഇത് അംഗീകരിക്കേണ്ടി വരും AP ഉസ്താദി മർക്കസിന്. വിവരമുള്ളതും വിദ്യാഭ്യാസം ഉള്ളവനൊക്കെ അങ്ങനെ പറയും. അത് തിരിയാത്ത കുറച്ച് ആൾക്കാരെന്നെ ഒരു കുറച്ച് കഴിഞ്ഞാൽ തിരിയും, അല്ലെങ്കിൽ നട്ടം തിരിയും. അത്ര തന്നെ ഉള്ളൂ. കേട്ടോളിങ്ങൾ PK ഫിറോസിന്റെ വർത്താനം. മർക്കസിന്റെ 33ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ദേശസുരക്ഷാ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. മർക്കസുമായി വ്യക്തിപരമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിലും സംഘടനാപരമായി ഒരകൽച്ചയുള്ളതിൽ ഏറെ പ്രയാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ആ അകൽച്ചയും ഈ സമ്മേളനത്തോടുകൂടി കുറഞ്ഞു വരുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ എതിർപ്പ് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പോലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെയും മർക്കസിന്റെയും നേട്ടങ്ങളെ അംഗീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ അതെല്ലാവർക്കും വേണ്ടി വരും. അത് ഇന്ന പാർട്ടിന്നൊന്നുമില്ല. കണ്ണും കാതുള്ള ഒരാൾക്ക് നേരെയും മഹാനായ കാന്തപുരം ഉസ്താദിന്റെ മുന്നേറ്റത്തിന് മുന്നിൽ കണ്ണടച്ചു പിടിക്കാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരനും സാധ്യമാവുകയില്ല. കണ്ണ് തുറന്ന് പിടിക്കേണ്ടി വരും.
കേരളത്തിന്റെ ഒരു നവോത്ഥാന ചരിത്രം രേഖപ്പെടുത്തുമ്പോ ആ ചരിത്ര സമ്പൂർണതയ്ക്ക് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പേരെഴുതി വെക്കാതെ ആ ചരിത്രം എങ്ങനെ പൂർണ്ണമാകും സഹോദരങ്ങളെ? ഇത് പറഞ്ഞപ്പോ നമ്മളിപ്പോഴത്തെ മൊയ്ലിയരുണ്ടല്ലോ, മൊയ്ലിയര് നമ്മളെ പാപ്പ പറയാനെന്തറിയോ? എന്താ പാപ്പ അറിയോ? സംഭവം ഞാൻ 34 ഇട്ട് കൊടുക്കട്ടോ. ആ പാപ്പ പറയുന്നത് വെച്ചാൽ നമ്മളെ MLA-മാരും MP-മാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധിപരമായിട്ടൊക്കെ പിന്നോക്കാവസ്ഥ. മൂപ്പരാണെങ്കിൽ എല്ലാരെയും അവസാനം വിലയിരുത്തല് വലിയ കഴിവാണല്ലോ, വലിയ ഔലിപ്പാപ്പയല്ലോ മൂപ്പര്. പിന്നെ ഇൽഹാം കൂടി കിട്ടിയ വിവരമായിരിക്കും പറയേണ്ടത്. കേട്ടോളികൾ. ഭരണം ഇതിന് പിന്തുണ ഉണ്ടാവണം. അപ്പൊ മൂപ്പര് ഭരിക്കണോടൊപ്പം കൂടും. കച്ചവടക്കാർക്കും ഒക്കെ അങ്ങനെയാണല്ലോ അല്ലെ? നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ എങ്ങനെ? LDF ഭരിക്കുകയാണെങ്കിൽ LDF-ന്റെ ആളാണ്, UDF ഭരിച്ചാൽ UDF-ന്റെ ആൾ. 6 നമ്പർ മൂപ്പർ മർക്കസ് സമ്മേളനത്തിനും കാട്ടിവെക്കി. പൊട്ടന്മാർക്ക് തിരിയോ എന്തിനാ അയാൾ വിളിച്ചത്? കാര്യം നമ്മൾ MLA-മാർ നേതാക്കന്മാരൊക്കെയാണ്, പക്ഷെ ബുദ്ധിപരമായി പിന്നോക്കാവസ്ഥയാണ്. പറയാൻ പറ്റൂല. മൂപ്പരോ ബുദ്ധിപരമായിട്ട് ഭയങ്കര മുന്നോക്കാവസ്ഥ. മൂപ്പരെ ഏൽപ്പിച്ച പോലെ സമസ്ത ഏൽപ്പിച്ച ഉത്തരവാദിത്തം തന്നെ അറിയോ? AP ഉസ്താദിനെ ഈ പ്രസ്ഥാനത്തെ അംഗീകരിക്കണ ഏതൊക്കെ രാഷ്ട്രീയ നേതാവുണ്ടോ അത് ഇടത് വലത് വ്യത്യാസമില്ലാതെ ഇവര് ആചരിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആര്യാട് AP ഉസ്താദിനെ ചില കാര്യങ്ങളിൽ പറയുന്നത് ഇവർക്ക് തീരെ സഹിക്കാതെയപ്പോ ആര്യാടിന്റെ വകുപ്പിന് ആര്യാടിന് ഒരു കോൺഗ്രസ് നേതാവിനെ ഈ പള്ളിയിലെ മൂല്യം ഒരു പള്ളിക്കത്തെ ഖത്തീബ് മൂല്യം ആര്യാടിനെതിരെ പ്രസംഗിക്കാൻ നടക്കേണ്ട ആളാ. അയാൾക്ക് ഇവിടെ നാട്ടിൽ എന്തൊക്കെ കാര്യം പറയാണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അയാളെ പിന്നിൽ നിന്ന് നിസ്കരിക്കണേല് കോൺഗ്രസ്സുകാരുണ്ടാവൂലേ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരുണ്ടാവൂലേ, മുസ്ലിം ലീഗുകാരുണ്ടാവൂലേ? ഇയാളൊരു പള്ളിക്കത്തെ മൂല്യരുന്നതിനാ ഇങ്ങനത്തെ കാര്യമൊക്കെ പറയേണ്ട ആവശ്യം? നിങ്ങൾ കേട്ടോളൂ അയാൾ പറയുന്നത്. 590 ഇട്ടു. മൂപ്പരിപ്പോഴും പാമോലിംഗ് കേസിന്റെ കേസായിട്ടില്ല എന്നൊരു കാലത്ത് വെറുതെ FIR-ന് പേര് വന്നതാണ്. നിങ്ങൾക്കറിയാലോ കഥകളൊക്കെ. ഞാൻ രാഷ്ട്രീയം പറയല്ല. കാര്യം എന്തായാലും ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. അത് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ഇലക്ട്രിക് പോസ്റ്റുകൾ തന്നെയാണ് കാര്യം. ഇയാളിങ്ങനെ കാത്തിരിക്കാൻ എവിടെയെങ്കിലും പള്ളിയിലും മദ്രസയിലും ജനറൽ ബോർഡ് യോഗം കൂടുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനും സമസ്ത കേരള ജമിയത്തിനും ഇലമയ്ക്കും സ്വാധീനമുള്ള മഹല്ലുകൾ. എന്റെ പ്രവർത്തകർ ജാഗ്രത പാലിക്കാൻ വേണ്ടി പറയാന് എന്താ പറയുന്നത് കേട്ടോളി. ജനറൽ ബോഡിയിൽ വന്നിട്ട് ബാക്കിൽ നിന്ന് 2 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുണ്ടാക്കും. വന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാൻ. മൂന്നാമൻ പോലീസിലേക്ക് വിളിക്കും. നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് എത്തി. പോലീസ് സ്റ്റേഷനിൽ മസ്ലഹത്ത് ചർച്ച. അപ്പോഴേക്ക് നമ്മളെ പവർ കട്ട് അവിടെ എത്തിയിട്ടുണ്ടാകും. അയാൾ വിളിച്ച് പറയും. അയാൾ ആ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയതിനു ശേഷം നാട്ടിലെ ആളുകൾക്ക് രക്ഷയില്ല. കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല. പെയിന്റ് അടിച്ചിട്ടുമില്ല, ടയർ മാറ്റിയിട്ടുമില്ല, എണ്ണയില്ല. ഇയാൾ അയാളെ കാര്യം നോക്കിയാ പോലെ. പൂയംകുട്ടിയില് വെള്ളമുണ്ടോ, ഇടുക്കിയില് ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ല മൂല്യര്, നിങ്ങളെ കാര്യം നോക്കിയാ പോലെ. അതൊക്കെ ഇവിടെ നോക്കാൻ രാഷ്ട്രീയക്കാരുണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ ഒരു മാലിന്യ ഉത്തരവാദിത്തണ്ട്? ഈ നാട്ടുകാരെ തമ്മിൽ തെറ്റിച്ചണ പണി നിങ്ങൾക്കുള്ള അതാണ് നമ്മുടെ പണി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അയാളെ വർത്താനാണ് പറഞ്ഞത്. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മനുഷ്യൻ ആരാന്നറിയോ? എന്തും പറയാൻ ഒരു മടിയില്ലാത്ത മനുഷ്യനാ. 76 തൊട്ട് കൊടുക്കണം. ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ നോളജ് സിറ്റി വരുന്ന സമയത്ത് ഇത് കിട്ടല്ലേ? കാരണം അപ്പൊ പോയി വിചാരിച്ചാലോ ഇത് എവിടെ ഇല്ലാന്നാ. പത്രക്കാര് ചോദിച്ചു എപ്പിസ്ഥാണ്ട് ഇത് എവിടെ ചോദിച്ചു. സ്ഥാപനം വരുമ്പോ കാണാറുണ്ട്. അപ്പൊ ഇയാള് പറഞ്ഞല്ലോ, ധൈര്യത്ത് പറഞ്ഞോളി നിങ്ങള്, അള്ളാന്റെ ഭൂമിയിൽ എവിടെയാണ് 5 സെന്റ് ഭൂമിയില്ല. ആര്? നമ്മുടെ പാപ്പ പറയണ നിങ്ങൾ കേട്ടോ. നോളജ് സിറ്റി മനസ്സിലായോ? ഞങ്ങൾക്ക് ഇല്ലേ? നോളജ് സിറ്റി മനസ്സിലായില്ല? ദുനിയാവിൽ എവിടെയാണ് 5 സെന്റ് ഇല്ല. ഭയങ്കരം തന്നെ. ഈ നോളജ് സിറ്റി എന്ന് പറഞ്ഞ ഷെയറെ മുബാറക് മസ്ജിദിന്റെ പരിസരത്ത് കാണുന്ന പഞ്ചലക്ഷ സംവിധാനല്ലേ, അതാണ് ഈ നോളജ് സിറ്റി. അതിന് ഞാൻ ചോദിച്ചതാണ് ഏത് പഞ്ചായത്തിൽ എവിടെ? ഇത്ര വലിയൊരു പ്രോജക്റ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് എന്തെല്ലാം നിയമപരമായ വഴികളുണ്ട്, എത്ര പ്രയാസം ഉണ്ട് അതിന്റെ ഡ്രില്ലിംഗ്. എന്താ ഞങ്ങൾ പൊട്ടന്മാരൊക്കെ മനസ്സിലാക്കി. എങ്ങനെയുണ്ട്? എന്നാ ഈ മനുഷ്യൻ തന്നെ പറയട്ടെ, നോളജ് സിറ്റി ഇന്റത് കൈതപ്പൊയിലാണ് 125 ഏക്കറൊക്കെ ഉണ്ടത്. അതല്ല ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ കറാമത്ത്. വരട്ടെ ആളുന്നത് മറ്റൊരു നോളജ് സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ? കൈതപ്പൊയില്. അപ്പൊ അവിടെ ഉണ്ടല്ലേ? എന്ത് സിറ്റിയാണോ കൈതപ്പൊയില് വരാൻ? നോളജ് സിറ്റി.
നോളജ് സിറ്റി. ആരെങ്കിലും അതിന് റിയൽ എസ്റ്റേറ്റ് പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ മുടക്കിയാൽ മതി. അത് കിട്ടൂല, കൂടുതൽ മുടക്കും വേണ്ട. അവിടെ ഫ്ലാറ്റുകൾ ഉയരാൻ പോവാണ്. എവിടെ? നോളജ് സിറ്റി. എന്താ കാരണം? പല രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വന്നിട്ട് ഇവിടെ താമസിക്കാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു, വലിയ കച്ചവടം നടത്തുന്ന. ഇത് കള്ളന്തോട്ടരോട് പറഞ്ഞിരുന്നു വേണ്ടല്ലോ. നിങ്ങളടുത്ത് ആരിസില് അല്ലെ? ആരിസ് തൊട്ടടുത്തല്ലേ? ആണ്. ലോകതലത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പിന്നെ എൻട്രൻസ് ചെയ്ത കുട്ടികൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വരുന്നത് അല്ലെ? ആണ്. ഇപ്പുറത്ത് KMCT മെഡിക്കൽ കോളേജിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇങ്ങക്ക് ആരിസിൽ എന്ത് കച്ചവടം നടക്കണേ? ഓന്റെ മനുഷ്യ വിവരക്കേട് പറയല്. ഈ നോളേജ് ഇല്ലാതെ നോളേജ് സിറ്റിനെ കുറിച്ച് പറയാൻ നിൽക്കരുത്. കച്ചവടത്തിനും തട്ടച്ചവടത്തിനും അല്ല ഈ നോളേജ് സിറ്റി എന്ന സാധനം. ഇയാൾക്ക് വല്ല വിവരം വേണ്ട. എങ്ങനെ ഇയാൾ എന്നും ഇങ്ങനെ ഈ കുപ്പായിട്ട് പോകണം? ആരാ ഇയാളെ കൊണ്ടിടക്കുന്നത്? ഇത്ര സഫാത്ത് പറഞ്ഞ മനുഷ്യൻ വെറുതെ സമസ്തക്ക്. എന്നിട്ട് ഇയാൾ പറയാന്നറിയോ? സുലൈമസ്ഥാനും പൊന്മണസ്ഥാനൊക്കെ പുറത്തേക്ക് ഇടാൻ വന്നിട്ട് ഇയാൾ പറയാ കുപ്പത്തൊട്ടിയിൽ എവിടെയെങ്കിലും കൊണ്ടിടണം, അല്ലെങ്കിൽ പിന്നെ നാറുള്ളൂ. ഓല് പുറത്തേക്ക് വരുമ്പോഴേ സത്യത്തിൽ ഈ പ്രസ്ഥാനം കുപ്പത്തൊട്ടിക്ക് വലിച്ചെറിഞ്ഞ ഒരു മനുഷ്യനാണ് ഇയാള്. ഇയാളെ കുപ്പത്തൊട്ടിന്ന് എസ്കെക്കാര് പൊടി തട്ടി എടുത്തതാണ് ഇപ്പൊ എസ്കെ ഇത്രയും നാണക്കേടിൽ എത്താനുള്ള കാരണം. ആ മനുഷ്യൻ പറയും, നിങ്ങൾ കേട്ടോളി. ഈ 559 മുസ്ലിയാരെയോ ഈ സുലൈമാൻ മുസ്ലിയാരെയൊക്കെ പുറത്താക്കുന്നതാണ് ആര് പറയണേ? വലിച്ച് പുറത്തുവിടുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒന്നുകിൽ വല്ല കുപ്പത്തൊട്ടിയിലൂടുക, അല്ലെങ്കിലോ വല്ല അറബിക്കടലിലും കൊണ്ടുപോയിടുക. അങ്ങനത്തെ നിങ്ങൾ പുറത്തേക്ക് ഇടുന്ന എല്ലാം കൂടി നാറിയാലേ സമുദായം കൊടുങ്ങും. സയ്യിദുന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇത്ര കളവ് പറഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടാൻ മാത്രം ഈമാനില്ലാത്തവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ നിങ്ങൾ എന്ത് പറയുന്ന കാര്യമില്ല. ഇവർ ഈ കോലത്തിൽ ആക്രോശിച്ചിട്ടൊന്നും ഈ സംഘടനയുടെ ഇടയിൽ ഒന്നും നടക്കണില്ലാന്ന്. എന്തേ കാരണം? നിങ്ങൾ കള്ളന്മാരാണെന്നും നുണയന്മാരാണെന്നുള്ള ഞങ്ങളെ പ്രവർത്തകർക്ക് മൊയ്വ് അറിയും. എന്നിട്ട് ഇയാള് പറയാ ആ കുപ്പത്തൊട്ടി കിടന്ന അല്ലെങ്കിൽ നാറുന്നു. ആ കുപ്പത്തൊട്ടിന്ന് ഇയാളെ പൊടി തട്ടി പുറത്തുണ്ടായതല്ല എസ്കെക്കാരെ നിങ്ങൾ ഇങ്ങനെ നാറാൻ കാരണമായത്. ഇത് നിങ്ങൾ തന്നെ സമസ്തം വിശദീകരിച്ചിരണം. എന്ന അങ്ങനത്തെ ഒരു ഗതികേട് ഇത്രയും വലിയൊരു അധോഗതി നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു. ഈ മനുഷ്യനൊക്കെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്ന നിങ്ങളെ ഏറ്റവും വലിയ കഷ്ടകാലം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ആ 49 ഇട്ട് കൊടുക്കണോ? എന്ത് ഇവര് മുസ്ലിം ലീഗര് കേൾക്കണമെന്ന് നല്ലതാ. എന്തിന്? വലിയ ഉസാറില് ഉള്ള തോന്നിയാസം മുഴുവൻ പേര് ചെയ്യാ, പോലും സഹായിക്കാനും. അങ്ങനെയല്ല പരിപാടി അല്ലേ? അങ്ങനെയല്ല കുറച്ചു കാലമായിട്ടൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി. എന്നാ നോക്കണങ്ങള്, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വന്ന ആരോപണത്തെ സംബന്ധിച്ച് ഇവര് മാധ്യമങ്ങൾ വരെ ആ ചർച്ച അവസാനിപ്പിച്ച് വിഷയം കഴിഞ്ഞതാ. അതിപ്പോ കേരളത്തിലെ ചർച്ചയിൽ. എന്നാലും ഇവര് പറയുന്നതറിയോ? അയാൾക്കൊരു അബദ്ധം വന്ന സമയത്ത് ഞങ്ങൾ അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ട് അയാള് നാണം കെടുത്തരുതെന്ന് തോന്നുന്നു. ഇപ്പൊ അയാളും നമ്മളെ എന്താക്കാൻ തുടങ്ങി? പറ്റിക്കാൻ തുടങ്ങി. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇവർ ആഞ്ഞടിക്കണം. നിങ്ങൾ കേട്ടോ? ഇനി സർ, അങ്ങയുടെ കൂടെ അന്ന് ഇരുന്ന് ഞങ്ങളോട് സംസാരിച്ച ആളില്ല. അതെ, ആ ആള് സർ ഞങ്ങൾക്ക് വലിയ വിശ്വാസം സർ. അയാളോ കൂട്ടി പറഞ്ഞാലും ഞങ്ങൾക്ക് അയാള് വല്യാപ്പ. ഞങ്ങളയാളെ വല്യാപ്പാന്നാ വിചാരിച്ചത് സർ. അപ്പൊ അയാൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു സർ. എന്നിട്ട് സ്നേഹിച്ചിരുന്നു അയാൾ സർ. എന്നിട്ടോ അയാൾക്ക് ചില അബദ്ധങ്ങളൊക്കെ പരസ്യമായി എഴുതുകയും പറയുകയൊക്കെ ചെയ്തു സർ. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചു സർ, വഷളാക്കരുത്, അയാളെ വഷളാക്കരുത്, അതുവഴി സമുദായത്തെയും വഷളാക്കരുത് എന്ന് പ്രാർത്ഥിച്ചു സർ. അയാളെ ഞങ്ങൾ അത്ര വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സംശയമായി സർ. എന്തിന്? അയാൾ പറഞ്ഞു പറ്റിക്കുന്നുണ്ടോ എന്നൊരു സംശയം വന്നു സർ. ഞങ്ങൾ അങ്ങനെ പിന്നെ പോകെ ഞങ്ങൾക്ക് ഉറപ്പായി സാർ പറ്റിക്കുന്നുണ്ടെന്നുള്ളതിൽ പിന്നെ ഞങ്ങൾക്ക് സംശയമൊന്നും വന്നില്ല സർ. അത് അദ്ദേഹവും നിങ്ങളുടെ കൂടെ ഇരുന്ന് പറഞ്ഞ അദ്ദേഹവും മനസ്സിലാക്കണം. ദീനിന്റെ കാര്യത്തിൽ കളിക്കാൻ ഒരു വല്യാപ്പിയായി ഞങ്ങൾ സമ്മതിക്കില്ല സർ. നിങ്ങളാരാ മുതല്? എന്തൊക്കെ ഇപ്പൊ അയാൾ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. റൌഫ് വരെ ഇങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്നിക്കണം. ഇത് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒക്കെ പ്രവർത്തകർ കേൾക്കണം. ഇവരെ മൊയ്യേക്കന്മാരിതിന്റെ ഉള്ളിൽ നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യനെ ഉയർത്തണവും താത്തനൊക്കെ റബ്ബാണ്. ആ മനുഷ്യന് അനാഥകളെ സംരക്ഷിച്ച് ഗതികളെ, നിങ്ങൾ എന്തൊക്കെ നുണ പറഞ്ഞു. ഇനി ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പറയാൻ വല്ലതും ബാക്കിയുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉസ്താദ് ഈ കേരളത്തിലെ എവിടെ
പരിപാടിയിലാണെങ്കിലും സുബ്ഹാനല്ലാഹ് ഈ തിരക്കുകൾക്കിടയിലൊക്കെ ഉസ്താദിന് യത്തീംഖാന പരിസരത്തൊക്കെ ഒരു പോക്ക്. എന്തിനാ അറിയോ? അവിടെയുള്ള അനാഥമാക്ക് മിഠായും മറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ പോകുമ്പോ ചെറിയ ചെറിയ വർത്താനം പറയാൻ പറ്റിയ കുട്ടികൾ നമ്മളെ പൊരയിലുണ്ടെങ്കിൽ ആ മക്കൾ നമ്മൾ പീടിയിൽ പോയി വല്ലതും കാത്തിട്ട് ആ കോലായിൽ നിൽക്കുന്ന രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ മക്കൾക്ക് അങ്ങനെ ഓടിച്ചെന്ന് ഉപ്പാന്ന് വിളിക്കാനൊരു ഉപ്പുണ്ടോ? ഈ വിഷമം ആ മക്കൾ അറിയാതിരിക്കലാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകള് ചിലപ്പം മിഠായി പാക്കറ്റൊക്കെ ആയിട്ടാണ് പോകും. ചെറിയ മക്കൾ, വളരെ വളരെ ചെറിയ മക്കൾ. സുബ്ഹാനല്ലാഹ്, ആ ഉസ്താദിന്റെ മടിയിൽ ചിലര് പേനെടുത്ത് ചിലര് താടിയോമ കളിക്കുന്നത്. എന്തൊരു സ്നേഹാണ് ആ മക്കളോട് ഉസ്താദിനറിയോ? അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ, ഞാനും യതീമുകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. സുഹൃത്തുക്കളെ, സ്കൂളും മദ്രസൊക്കെ അവധിയുള്ള ഒരു സമയം മർക്കസിന്റെ യതീംഖാന പരിസരത്ത് കുട്ടികളെ ഉമ്മാര് വന്ന് കൂട്ടിക്കൊണ്ടുപോണ രംഗങ്ങളൊന്ന് കണ്ടുനോക്കി. അപ്പം കാണാൻ കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് കരയുന്ന കാഴ്ച. ആ മക്കൾ കരയുമ്പോ ഞാൻ ചോദിക്കുന്നു, ഈ മഹലിന്ന് പോണ സഹോദരങ്ങൾ നിങ്ങൾ വിളിച്ചോളൂ അവരെ. എന്നിട്ട് ചോദിക്കുക, എന്തിനാ മക്കളെ നിങ്ങൾ കരയുന്നത് ചോദിച്ചാൽ ആ മക്കൾ നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇക്ക ഞങ്ങൾക്ക് ഇതുപോലെ വരാൻ ഉമ്മല്ല, ഞങ്ങൾക്ക് പോകാം വീടില്ല. തെരുവെന്ന് പെറുക്കിയെടുത്ത കുട്ടികളെ മർക്കസ് വളർത്തുകയാണ്, AP ഉസ്താദ് വളർത്തുകയാണ്. നിങ്ങൾ ആക്ഷേപിക്കുന്ന ആ നേതാവുണ്ടല്ലോ, ഈ അനാഥ മക്കളെ ശാപ പ്രാർത്ഥനയെങ്കിലും മൊയ്ലേരെ ഭയപ്പെടണം. നിങ്ങളെ ആളുകളെ പറഞ്ഞ് എന്തൊക്കെയാണ് ഉസ്താദിനെയും മറ്റുമൊക്കെ പറഞ്ഞ് പറ്റിച്ചു കൊടുക്കുന്നത്. ഈ ഉസ്താദ് ഈ കേരളത്തിൽ എവിടെ പരിപാടി ഉണ്ടെങ്കിലും സുബ്ഹാനല്ലാഹ് ഉസ്താദിന്റെ വാഹനം മർക്കസിലേക്ക്. ആ വാഹനം അർദ്ധരാത്രി സമയത്തായിരിക്കും ഒരു പക്ഷേ കാസർഗോഡ് നിന്നോ തിരുവനന്തപുരത്തോ വരുന്നത്. സുഹൃത്തുക്കളെ, ആ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങണ ഉറക്കാണ് പലപ്പോഴും ഉസ്താദിന് ഒരു ദിവസത്തിൽ കിട്ടുന്ന ഉറക്കം. നമ്മൾ ആലോചിക്കണം, ഈ മനുഷ്യന് 2 മണിക്കൂർ പച്ച തെറിയും പറഞ്ഞിട്ട് പിന്നെ ഉറങ്ങുക. ഉസ്താദ് ചെയ്യുന്ന കാര്യം എന്തറിയോ? ഉസ്താദ് പാതിരാ സമയത്ത് എത്രയോ സ്ഥലത്ത് ഒരു ദിവസം ഒരു പരിപാടിയൊന്നുമല്ല ഉസ്താദിനുള്ളത്. അവിടൊക്കെ പള്ളി ഉദ്ഘാടനം, മദ്രസ ഉദ്ഘാടനം, നസീഹത്ത് ചെയ്ത് അവിടത്തേക്ക് പിരിവെടുത്തു കൊടുത്ത് ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ താടി രോമത്തിൽ ഇനി ഒരെണ്ണം പോലും നരക്കാൻ ബാക്കിയില്ല. ആ മനുഷ്യൻ വിശ്രമമില്ലാതെ ഓടുകയാണ്. ആ പ്രായത്തിലൊക്കെ എത്ര വിശ്രമിക്കേണ്ട സമയമാണിത്. പക്ഷെ ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് ആ മഹാൻ സഞ്ചരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ആ വാഹനത്തിൽ ഇരുന്ന് ഉറങ്ങണ ഉറക്കം സുബൈന്റെ തൊട്ട് മുമ്പ് മർക്കസിൽ വാഹനത്തുന്നു. ആ വാഹനത്തിൽ നിന്ന് ശൈഖുൻ ഇറങ്ങാണ്. ഒരു മനുഷ്യന്റെ സ്വകാര്യ ഇബാദത്തൊന്നും ഇങ്ങനെ പറയേണ്ടതല്ല, നമുക്കൊക്കെ അറിയുന്നതാണ്. ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉസ്താദ് ചെയ്യുന്ന ചിലപ്പം പാവം ചെറിയ പ്രവർത്തകരുണ്ടാവും, ഈ മൗലിയക്കന്മാരെ അരമൊല്ലമാരെ വർത്താനം കേട്ടിട്ട് ഉസ്താദിനെ തെറ്റിദ്ധരിച്ചു പോയവര്. സുഹൃത്തുക്കൾ, അവർക്ക് വേണ്ടി ഞാൻ പറയാം, ശൈഖുന ഉസ്താദ് അവരുകൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഇനി സുബൈക്ക് കുറച്ചും കൂടി ടൈം ഉണ്ടാവും. ആ സമയത്തും ദിക്റുകളിലും വെറുതുകളിലും കഴിഞ്ഞുകൂടുകയാണ്. ആ സമയത്ത് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാൻ നമ്മുടെ കൊല്ലപ്പെട്ടു പോയ പ്രവർത്തകരില്ലേ, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രവർത്തകരില്ലേ, മർക്കസിനെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി ശൈഖുൻ ദുആ ചെയ്യുന്നു. അത് കഴിഞ്ഞ് സുബഹി ബാങ്ക് വിളിച്ചു. സുഹൃത്തുക്കളെ, ഉസ്താദും അതാ പള്ളിയിലേക്ക്. ഒരു പക്ഷേ നേരത്തെ കിടന്നുറങ്ങിയ ഞങ്ങളെ ശരീഅത്തോളജി പഠിക്കുന്ന കാലത്ത് ആ കോണിപ്പടിയും കയറിയിട്ട് ഉസ്താദ് വിളിക്കാൻ തന്നെ കാഴ്ചയെ കണ്ടിരുന്നത്. എന്നിട്ട് ആ പള്ളിയിൽ വിശാലമായ സുബഹി ജമാഅത്ത്, അത്രയും മനുഷ്യന്മാര് ഒരു ജമാഅത്തിൽ പങ്കെടുക്കുന്ന പള്ളി വേറെ ഏതാണുള്ളത്? ഇനി ഇരിക്കുന്ന ആ പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞു, അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് 20 മിനിറ്റ് കുട്ടികൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതും. അതും കഴിഞ്ഞ ഉസ്താദ് നോക്കൂ, നിങ്ങൾ ആ ദിക്റും ദുആയൊക്കെ കഴിഞ്ഞാൽ ഉസ്താദ് ആ തസ്ബീമാലും കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദിന് ചൊല്ലാനുള്ള ദിക്റും ചൊല്ലി വരികയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോളും, ഉസ്താദ് മറ്റൊരു ലോകത്തിലേക്ക് ഇങ്ങനെ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അങ്ങനെ കൽവുറച്ച ഒരു മനുഷ്യന് ഒരിക്കലും ഒരു ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം അത്ര പ്രശ്നങ്ങൾ വരാത്തതാണ്. ധീരമായ ഹിമ്മത്തിന്റെ മനസ്സായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതുകൊണ്ടാണ്. അങ്ങനെ കുട്ടികളൊക്കെ പിന്നെ കോത്ത് കഴിഞ്ഞ് ലേശം കട്ടൻ ചായയും കുടിച്ചു കഴിഞ്ഞ് മർക്കസിൽ വിശാലമായ ഓഡിറ്റോറിയത്തിൽ ബുഖാരി ക്ലാസ്സിന് ഒരുമിച്ച് കൂടുകയാണ്. സുഹീഹുൽ ബുഖാരിയാണ് അവർ ക്ലാസ്. ആ ഹദീസ് കേൾക്കാൻ വേണ്ടി ആ മണിക്കൂറുകളോളം നീണ്ടുപോകുന്ന ക്ലാസ്. ആ ക്ലാസ്സും കഴിഞ്ഞ് ഉസ്താദ് അവറുകൾ നേരെ ഓഫീസ് പരിസരത്തേക്ക് വരുമ്പോ 100 കണക്കിന് മനുഷ്യന്മാര് ഒരു കുപ്പി വെള്ളമായിട്ട് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നവർ. ചിലരെ കയ്യിൽ നൂല്, ചിലര് പൊട്ടിക്കരയാൻ വന്നതാ. വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികള് 5 കാശില്ല കെട്ടിച്ചയക്കാൻ, ഉസ്താദിന്റെ മുന്നിൽ വന്ന് വേദന പങ്കുവെക്കാൻ. ഒരു മനുഷ്യന്റെ മുമ്പിൽ രാവിലെ കാണുന്ന കാഴ്ചകളാണിതൊക്കെ. അവർക്കൊക്കെ ആശ്വാസത്തിന്റെ വാക്കുകൾ, ആവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച്
അന്യരായ ഉസ്താദ് അവറുകൾ ഒരൽപ്പം ഭക്ഷണം കഴിച്ച് അപ്പോഴേക്കൊക്കെ ഉസ്താദിന്റെ വാഹനം കഴുകി വൃത്തിയാക്കി വീണ്ടും ഈ വാഹനത്തിലേക്ക് ഉസ്താദ് സഞ്ചരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ താറടിക്കാൻ 25 വർഷമായി നിങ്ങളെ ദുൽമി ഈ സമൂഹം കാണുന്നു. നിങ്ങളെ ഭരണിപ്പാട്ടികൾ ഈ സമൂഹം കേൾക്കേണ്ടി വരുന്നു. ഈ പ്രസ്ഥാനത്തെ ആക്ഷേപങ്ങളെ കൊണ്ടോ അധിക്ഷേപങ്ങളെ കൊണ്ടോ അതല്ല, അങ്ങേയറ്റത്തെ വൃത്തികെട്ട അക്രമ പ്രവർത്തനങ്ങൾ, അരുംകൊലകൾ ചെയ്തുകൊണ്ട് ഈ പ്രവർത്തകരുടെ മനോവീര്യം ഊതിക്കെടുത്താമെന്ന് നിങ്ങൾ ധരിച്ചുവെങ്കിൽ ഞങ്ങളുടെ മുന്നിലുള്ള ആവേശം ബദരീങ്ങളാണ്, ശുഹദാക്കളാണ്. അവരിൽ നിന്ന് ദഅവത്തിന്റെ ആവേശത്തിന്റെ പാഠം പകർന്നു കിട്ടിയിട്ടുള്ള ഈ ധീരരായ പ്രവർത്തകർ സഞ്ചരിക്കും, അതിശീഘ്രം മുന്നോട്ട് സഞ്ചരിക്കും. സ്വാന്തന പ്രവർത്തനങ്ങളിലൂടെ നാട്ടിൽ നടക്കുന്ന അരുതായ്മകൾക്കെതിരെ സമര കാഹളം മുഴക്കി ഈ പ്രവർത്തക സംഘം മുന്നോട്ട് തന്നെ കുതിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ബഹുമാന്യരായ ഏലംകുളം ഉസ്താദിന്റെ സംസാരവും ഇവിടെ നടക്കാനുണ്ട്. ഉസ്താദ് അവറുകൾ സഫർ മാസത്തെ സംബന്ധിച്ച് എഴുതിയ ഏറ്റവും രസകരമായ പുതിയ പുസ്തകം, ചില ആത്മീയ പാഠങ്ങൾ, നല്ല പുസ്തകമാണ്. അത് നിങ്ങൾ വരുമ്പോ വാങ്ങണം. വഴികാട്ടി ഇതിന്റെ 6ാം പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. അനവധി സ്വലാത്തുകൾ വീട്ടിൽ ഉമ്മമാര് എപ്പോഴും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അനവധി ദിക്റുകളും സ്വലാത്തുകളും അടങ്ങിയ 42 ഹദീസുകൾ ഉൾക്കൊള്ളുന്ന സഹോദരിമാരോട് സ്നേഹപൂർവ്വം, ഭാര്യമാരുള്ള ഭർത്താക്കന്മാരെ, സഹോദരിമാർ, ഭാര്യമാർ അറിഞ്ഞിരിക്കേണ്ട പ്രവാചകരുടെ വിലപ്പെട്ട 42 ഉപദേശങ്ങൾ അടങ്ങുന്ന